ഹരി 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 ഓം തത്സ. ജയ ഗുരു, ജയ ഗുരു. ശുദ്ധോ ബുദ്ധോ വിമുക്തഃ ശ്രുതിശിഖരഗിരാം മുഖ്യതാത്പര്യഭൂമി യസ്മാജ്ജാതം സമസ്തം ജഗദിദമമൃതാദ്വ്യാപ്യ സർവം സ്ഥിതോ യഃ യസ്യാംശാംശാവതാരൈഃ സുരനരവനജൈർരക്ഷിതം സർവമേതത് തം ഭൂമാനം മുകുന്ദം ഹൃദി ഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ. തം ഭൂമാനം മുകുന്ദം ഹൃദി ഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ. മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരു ഉദേതു സതതം സമ്യക് സ്വാത്മാനന്ദ പ്രബോധകഃ. ഹരി 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 ഓം തത്സ്. നമുക്ക് എല്ലാവർക്കും കൂടി 3 തവണ പതിവ് പോലെ ഓംകാരം ജപിക്കുക. ഈ സംയുക്തമായ ഓംകാര ജപം ഭൂതലത്തിൽ മുഴുവൻ വ്യാപിച്ച് അതിൻ്റെ അനുഗ്രഹവർഷം എല്ലാ ജീവജാലങ്ങളിലും ചൊരിയണം. ഇതിനർത്ഥം നിങ്ങളുടെ മനസ്സ് വ്യാപകമാവണം എന്നാണ്. കൈ കോർത്ത് മടിയിൽ വയ്ക്കൂ, കഷ്ടപ്പെടാതെ നിവർന്നിരിക്കൂ, കണ്ണടച്ച് വായും മനസ്സും തുറന്ന് എൻ്റെ കൂടെ ജപിക്കുക. ഇതാ ഓ ഹരി 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 ഓം തത്സ്. നാം ഇവിടെ പ്രതിപാദിക്കുന്നത് അനാദിയായിരിക്കുന്ന വേദകാലം, ആ വൈദിക സംസ്കാരം, സഭ്യത അവിടുന്ന് തുടങ്ങി. പിന്നെ നമുക്ക് മുഖ്യമായിരിക്കുന്ന 2 ഗ്രന്ഥങ്ങളാണ്, സ്മൃതി ഗ്രന്ഥങ്ങളാണ് രാമായണം, മഹാഭാരതം എന്ന് പറയുന്ന ഇതിഹാസങ്ങൾ. ആ വൈദിക ചിന്ത, ഉപനിഷത് ചിന്ത എങ്ങനെയാണ് രാമായണവും മഹാഭാരതവും അത് 2ലൂടെ സഞ്ചരിച്ച് ശ്രീമദ് ഭാഗവതത്തിലേക്ക് എത്തിച്ചേർന്നത് എന്ന വിഷയമാണല്ലോ നമ്മുടെ സംസാരം. അത് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ വേണം. എന്നാൽ ഞാൻ ആ വൈദിക ജീവിതത്തിലുണ്ടായ പരിവർത്തനങ്ങളും ഘട്ടങ്ങളുമെല്ലാം ഒരളവ് വരെ പ്രതിപാദിച്ച് നിർത്തി. എന്നിട്ട് നാം ഉപനിഷത്തിലേക്ക് എത്തി. സംഹിതയിൽ നിന്ന് തുടങ്ങി ബ്രാഹ്മണത്തിലൂടെ വളർന്ന് ആരണ്യകത്തിലേക്ക് പിൻവലിച്ച് ഉപനിഷത്തുകൾ എന്ന ആ വിജ്ഞാപക ദശയിലേക്ക് എത്തിച്ചേർന്നു. ഇതാണ് പറഞ്ഞു വെച്ചത്. ഇനി ഉപനിഷത്താണ് പറയാൻ പോണത്. അതനുസരിച്ചുള്ള ഒരു ദിവ്യ മനോഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം. നാം അധിവസിക്കുന്നത് ഇന്ന് ഈ ലോകത്താണ്. ഞാൻ നിങ്ങളെ പറഞ്ഞ് ധരിപ്പിക്കുന്നത് എന്താ? ചരിത്രാതീത കാലമേ മുതൽക്ക്, ചരിത്രത്തിന് അതീതം എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും പറയാൻ പറ്റില്ല, എത്രയാ പഴക്കമെന്ന്. അങ്ങനെ പഴക്കം നിശ്ചയിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം, ആ കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങി ഇങ്ങോട്ട് വരികയാണ്. ആ കാലഘട്ടം പര്യവസാനിച്ചത് എങ്ങനെയാണ്? ഉപനിഷത്തുകളിലാണ്. ആ ഉപനിഷത്തുകൾ എന്ന് പറയുമ്പോൾ അത് മനുഷ്യജീവിതത്തിൻ്റെ അങ്ങേ അറ്റമായി, അറിവിൽ അങ്ങേയറ്റം, അനുഭവത്തിൽ അങ്ങേയറ്റം,
തൃപ്തിയിലും സൗഭാഗ്യത്തിലും സാഫല്യത്തിലും അങ്ങേയറ്റം. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒന്നും ഒട്ടും ആവശ്യമില്ല. അങ്ങനെ ഒരു പൂർണ്ണദശയിലേക്ക് എത്തിക്കുന്നതാണ് ഈ വേദോപനിഷത്തുകൾ എന്ന് പറയുന്നത്. അതിനെപ്പറ്റി പ്രതിപാദിക്കുമ്പോൾ പ്രേക്ഷകരായ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ മനസ്സ് എത്ര വിശേഷപ്പെട്ടതാണ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആ ഒരു മനോഭാവം നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടാവട്ടെ. നമ്മുടെ പൂർവികർ എണ്ണിക്കണക്കാക്കി പറയാൻ പറ്റാത്തത്ര വിദൂരതയിൽ പിൻകാലത്ത് ജീവിച്ചു പോകുന്ന ആ മഹാത്മാക്കളുണ്ടല്ലോ, അവർ കണ്ടുപിടിച്ചതും വെളിപ്പെടുത്തിയതും അവർക്ക് ജന്മസാഫല്യം നൽകിയതും ആ വിഷയത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അന്നത്തെ മനുഷ്യനും ഇന്നത്തെ മനുഷ്യനും തമ്മിൽ സ്വല്പമെങ്കിലും വ്യത്യാസമില്ല. അവർക്കൊരു ശരീരമുണ്ടായിരുന്നു, നമുക്കുമുണ്ടൊരു ശരീരം. ആ ശരീരത്തിൽ 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളുമുണ്ട്. ആ ഇന്ദ്രിയങ്ങളെ പൊറുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ ശരീരം. അതിനുള്ള വിശപ്പും ഭക്ഷണവും പോഷകവും ശ്വാസോച്ഛ്വാസവും എല്ലാം തന്നെ. ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ നമുക്കൊരു മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, അഹങ്കാരമുണ്ട്. ഇത് മൂന്നും കൂടിയതാണ് നമ്മുടെ ഉൾവ്യക്തിത്വം. ആ ഉൾവ്യക്തിത്വത്തിലാണ് ജീവിതത്തിൻ്റെ സർവ്വരഹസ്യവും കിടക്കുന്നത്. നമ്മുടെ ശരീരവും ഇന്ദ്രിയങ്ങളും ജഡങ്ങളാണ്, ചേതനകളല്ല, സചേതനങ്ങളല്ല. അവയ്ക്ക് ഒരു തരത്തിലും ഉണർവോ സംവേദനമോ ഇല്ല. ഈ ശരീരത്തെയും ഇന്ദ്രിയങ്ങളെയും പ്രവർത്തിപ്പിച്ച് സജീവമാക്കി നിർത്തുന്നത് ഉൾവ്യക്തിത്വമാണ്. അപ്പോൾ ഉൾവ്യക്തിത്വത്തിലാണ് എല്ലാം കിടക്കുന്നത്. അത് നിങ്ങളെല്ലാവരും നല്ല പോലെ മനസ്സിലാക്കണം. ആ ഉൾവ്യക്തിത്വത്തിൻ്റെ കവാടങ്ങളൊക്കെ അങ്ങോട്ട് തുറന്ന് അതിൻ്റെ വിശാലത, അതിൻ്റെ ഗാഢത, അതിൻ്റെ മഹത്വം, അതിൻ്റെ ഗാംഭീര്യം, അതിൻ്റെ ശക്തി, അതിൻ്റെ മിഴിവും മികവും ഇതെല്ലാം വെളിപ്പെടുത്തുമ്പോഴാണ് മനുഷ്യജീവിതം സഫലമാകുന്നത്. ആ വെളിപ്പെടുത്തൽ ഉപനിഷത്ത് കാലത്തിലേ നടന്നിരിക്കുന്നു. ഉപനിഷത്ത് എന്ന വാക്കിന് എന്താ അർത്ഥം എന്ന് ചോദിച്ചാൽ സാധാരണ പറയാറുള്ളത് എന്ന ഉപസർഗത്തിന് സമീപത്തിൽ എന്നർത്ഥമാണ്. കാര്യങ്ങളും തത്വങ്ങളും അറിഞ്ഞിരിക്കുന്ന ഒരു മഹാത്മാവിൻ്റെ അടുത്ത് ചെന്നിരുന്ന് കേട്ടാലും ഗ്രഹിച്ചാലും ചിന്തിച്ചു നോക്കിയാലും അർത്ഥമായി അനുഭവ സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുന്നതാണ് ഈ ഉപനിഷത്ത്. സമീപേ നിഷത് എന്ന് പറഞ്ഞാൽ ചെന്നിരിക്കുക. അപ്പോൾ ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെന്നിരുന്ന് അദ്ദേഹം പറഞ്ഞ് കേട്ടാലേ ഇത് മനസ്സിലാവുള്ളൂ എന്ന് ഇതൊരർത്ഥം. എന്നാൽ അതാണോ വാസ്തവത്തിൽ അതിനർത്ഥം? ഉപനിഷാദയതി സർവാനർത്ഥകര സംസാരം വിനാശയതി എന്നാണ് അതിനൊരു വിവരണം ഉള്ളത്. ഇല്ലാതെയാക്കി തീർക്കുക. എന്തിന്? എല്ലാവിധത്തിനുള്ള അനർത്ഥവും രചിക്കുന്ന ഈ സംസാരമുണ്ടല്ലോ, പ്രപഞ്ചം, അതിനെ ഉന്മൂലനം ചെയ്യുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. ഉപനിഷാദയതി സർവ അനർത്ഥകര സംസാരം വിനാശയതി സംസാര കാരണഭൂതാം അവിദ്യാം ച ശിഥിലയതി ബ്രഹ്മച ഗമയതി ഇത് ഉപനിഷത്ത്. എവിടെ പോയി കാര്യങ്ങൾ ആലോചിച്ച് നോക്കൂ. സംസാരത്തിന് കാരണഭൂതം നിങ്ങൾ ശരിക്ക് കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെന്താ അന്വേഷിക്കണത്? എവിടുന്നാ ലോകമുണ്ടായത് എന്നാണ് അവർ അന്വേഷിക്കുന്നത്. ഏതെങ്കിലും ഒരു സാധനത്തിന്, ഒരു ദ്രവ്യത്തിനെ എടുത്ത് അതിനെ പൊട്ടിച്ച് അതിൻ്റെ ഏറ്റവും അന്തിമമായിരിക്കുന്ന അംശം കണ്ടുപിടിക്കാൻ വേണ്ടി പുറപ്പെടുന്നുണ്ട് കുറേ കാലമായി. നമ്മുടെ ഉപനിഷത്തിൽ പറയുന്നത് അങ്ങനെയല്ല. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും ബാഹ്യമല്ല എന്നാണ് പറയണത്. നിങ്ങളൊരു വൃക്ഷത്തെ നോക്കി കാണുമ്പോൾ ആ വൃക്ഷത്തെ നോക്കിക്കാണുന്ന നിങ്ങൾക്ക് ആ വൃക്ഷം എവിടെയാ? ആ വൃക്ഷം നിൽക്കുന്നിടത്താണ് നിൽക്കുന്നത്. നിങ്ങളുടെ അടുക്കിലേക്ക് വരണില്ല, നിങ്ങൾ അങ്ങോട്ടും പോകണില്ല. നിങ്ങൾ ആ വൃക്ഷത്തിനെ എങ്ങനെ കാണുന്നു? നിങ്ങളുടെ കാഴ്ചയാണല്ലോ അതുണ്ട് എന്ന് പറയാൻ അടിസ്ഥാനം. ആ കാഴ്ച നടക്കുന്നത് കണ്ണിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ ഉള്ളിലാണ്. കണ്ണ് രചിച്ചത് ആരാ?
കണ്ണ് രചിച്ചത് പുറമേയുള്ള ഒരു ശക്തിയോ ഒരു ഉപകരണമോ അല്ല. ഗർഭത്തിലുള്ള ഭ്രൂണം വളർന്ന് 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 ശരീരത്തിൻ്റെ അംഗോപാംഗങ്ങളോടുകൂടി അത് പുറത്ത് മൂപ്പെത്തിയപ്പോൾ വരുന്നതാണ്. അപ്പോൾ ഉള്ളിലാണ് ഇതിൻ്റെ രഹസ്യം മുഴുവനും കിടക്കുന്നത്. കൈവേല മുഴുവൻ നടക്കുന്നത് ഉള്ളിലാണ്. അപ്പോൾ ആ വൃക്ഷത്തിനെ നോക്കി കാണുമ്പോൾ നാം കാണുന്ന വൃക്ഷം നമ്മുടെ മനസ്സിലുള്ള വൃക്ഷത്തിൻ്റെ പതിപ്പാണ്. ആ പതിപ്പിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അത് വൃക്ഷം എന്ന് നാം പറയുന്നത്. അതുപോലെ തന്നെ ഈ സംസാരം മുഴുവനും. അപ്പോൾ സംസാരം മുഴുവനും വാസ്തവത്തിൽ നമ്മുടെ ഉൾക്കടലിൽ പൊന്തിക്കിടക്കുന്ന കുമിളകളാണ് ഈ സംസാരം മുഴുവനും. അങ്ങനെ വരുമ്പോൾ ബാഹ്യമായ ഒരു സംസാരമുണ്ടോ? സ്ഥൂലവും ഖരരൂപത്തിലോ ദ്രവരൂപത്തിലോ വാതരൂപത്തിലോ ഉള്ള ഒരു സംസാരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് മറുപടി പറയേണ്ടി വരും. എന്താ? നമുക്ക് അനുഭവം നൽകുന്നത് മുഴുവൻ നമ്മുടെ മനസ്സിലുള്ള പ്രതിച്ഛായകളാണ്. ഇനി ഈ ലോകമൊന്നുമില്ലാതെ നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം കാണുമ്പോൾ അവിടെയും നമ്മൾക്കൊരു ലോകാനുഭവമുണ്ടല്ലോ. ആ ലോകം ആര് രചിച്ചതാ? നമ്മുടെ ഉള്ളിൽ രചിച്ചതാ. ആ ലോകം രചിക്കുന്നത് പോലെ നമ്മുടെ മനസ്സും നമ്മുടെ പ്രജ്ഞാവിശേഷവും രചിക്കുന്നതാണ് ഈ ദൃശ്യപ്രപഞ്ചം മുഴുവനും എന്നാണ് വാസ്തവം. അപ്പോൾ ഇതിന് സ്ഥൂലമായ ഒരു കാരണം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പോൾ അവരെവിടെയാണ് ചെന്ന് എത്തിയത്? സംസാരകാരണഭൂതാം അവിദ്യാം ച ശിഥിലയതി. സംസാരത്തിന് കാരണമായിരിക്കുന്ന അറിവില്ലായ്മയെ മുഴുവനും നശിപ്പിച്ച് ബ്രഹ്മച ഗമയതി. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അന്തിമ സത്യം. ആ അന്തിമ സത്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് ഈ ഉപനിഷത്ത്. കേൾക്കുന്നുണ്ടോ കൂട്ടരെ നിങ്ങൾ? അന്തിമ സത്യത്തിലേക്ക് നയിക്കുന്നതാണ് ഈ ഉപനിഷത്ത്. ഈ ഉപനിഷത്തിനെ വേദാന്തം എന്ന് പറയും. എന്താ കാരണം? വേദങ്ങളുടെ അവസാന ഭാഗത്തിലാണ് ഈ ഉപനിഷത്ത് കൊടുത്തിരിക്കുന്നത്. അവർ കണ്ടുപിടിച്ചതും അനുഭവിച്ചതുമായ കാര്യങ്ങളെ പറഞ്ഞ് ഒരു പുസ്തകത്തിൽ എഴുതുന്നത് പോലെ പോയി. എന്നിട്ട് അതിൻ്റെ അവസാനത്തെ അധ്യായമോ സ്കന്ധമോ ആണ് ഈ ഉപനിഷത്ത് എന്ന് പറയുന്നത്. തിലേഷു തൈലവത് വേദേഷു വേദാന്ത സംപ്രതിഷ്ഠിത. ഇത് വളരെ പ്രസിദ്ധമാണ്. എള്ളിൽ എണ്ണയുള്ളത് പോലെയാണത്രേ വേദങ്ങളിൽ എല്ലായിടത്തും വേദാന്തം ഉപനിഷത്ത് അലിഞ്ഞു കിടക്കുന്നത്. വേദങ്ങളുടെ എല്ലാറ്റിൻ്റെയും കൂടി അവസാന മൊഴി എന്താ? ബ്രഹ്മവിദ് ആപ്നോതി പരം. ബ്രഹ്മവിദ് ആപ്നോതി പരം. നാരായണാശ്രമ തപോവനത്തിൻ്റെ മുദ്രാവാക്യമാണത്. ബ്രഹ്മവിദ് ആപ്നോതി പരം. ബ്രഹ്മത്തെ അറിയുന്നവന് ജീവിതത്തിൽ പരമമായ ലാഭവും നേട്ടവും സാഫല്യവും ഉണ്ടാവുന്നു. ബ്രഹ്മത്തെ അറിയുന്നവന്. അപ്പം അറിവാണ് സാഫല്യഹേതു, സൗഭാഗ്യഹേതു, സംതൃപ്തിഹേതു, പൂർണ്ണതാഹേതു. അറിവ്. ബ്രഹ്മവിദ് ആപ്നോതി പരം. ഈ വേദങ്ങളിൽ സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത് എന്ന് 4 വിഭാഗം ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ 2 കൂടിയതാണ് കർമ്മകാണ്ഡം. കർമ്മം എന്ന് പറയുന്ന ഒരു കാണ്ഡം. എന്താ ഈ കർമ്മകാണ്ഡം? അതിൽ പറഞ്ഞിട്ടുള്ളതൊക്കെ കർമാനുഷ്ഠാനങ്ങളാണ്. ചെയ്യൂ അല്ലെങ്കിൽ ചെയ്യരുത്. വിധി നിഷേധ രൂപത്തിലാണ് വേദങ്ങൾ എന്നാണ് ഒരു സിദ്ധാന്തം. അതാണ് കർമ്മകാണ്ഡം. എന്നാൽ അതിനെ പൂർണ്ണമായി നിഷേധിച്ച് വിലയില്ലാത്തതാണ്, കൊള്ളരുതാത്തതാണെന്ന് പറഞ്ഞ് നിഷേധിച്ച് വേദങ്ങൾ തന്നെ ഉപനിഷത്തിൽ പ്രതിപാദിക്കുന്നു. ആ പ്രതിപാദനം മുഴുവനും കേട്ട് ഗ്രഹിക്കുക മാത്രമേ വേണ്ടൂ. അത് കേൾക്കുക, ഗ്രഹിക്കുക, പിന്നെ സാക്ഷാത്കരിക്കുക. അവിടെ കർമ്മം എന്നൊരു ചോദ്യം വരണില്ല. കയ്യോ കാലോ ഉപയോഗിച്ച്, ദ്രവ്യം ഉപയോഗിച്ച്, ഹോമകുണ്ഡമുണ്ടാക്കി മന്ത്രം ജപിച്ച് അവിടെ ഹോമിക്കുന്ന ഒരു ചോദ്യമേ വരുന്നില്ല. അവിടെ വരുന്നത് എന്താ? ഗുരുമുഖത്തിൽ നിന്ന് അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കുക ശ്രദ്ധയോടുകൂടി, എന്നിട്ടത് ഗ്രഹിക്കുക. ഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് സാക്ഷാത്കരിക്കുക.
ഞാൻ പറയും, ചിലരൊക്കെ ചോദിക്കുമ്പോൾ സ്വാമിജി എന്താ ചെയ്തതെന്നൊക്കെ സംസാരമൊക്കെ വരുമല്ലോ. ഞാൻ പറയണത്, ഞാൻ ചുരുക്കമേ വായിക്കാറുള്ളൂ എന്ന്. ആദ്യമേ വായനയ്ക്ക് അത്ര താല്പര്യമുള്ള ആളല്ല. ചുരുക്കമേ വായിക്കൂ. എപ്പോൾ വായിക്കുന്നുവോ അത് മനസ്സിലാക്കും. എപ്പോൾ മനസ്സിലാക്കിയോ ഞാനത് അനുഭവിച്ച് സാക്ഷാത്കരിക്കും. എപ്പോൾ അനുഭവിച്ച് സാക്ഷാത്കരിച്ചോ അതെൻ്റെ ജീവിതത്തെ നയിക്കുന്നു. ഇത് വളരെ മുഖ്യമാണ്. ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗ്രഹിക്കാനാണ്, ഗ്രഹിച്ചെങ്കിൽ അത് സാക്ഷാത്കരിക്കാനാണ്, സാക്ഷാത്കരിച്ചാലോ അതിനനുസരിച്ച് ജീവിക്കാനാണ്. അങ്ങനെയാണ് ഉപനിഷത്തും പ്രത്യേകിച്ച് മാണ്ഡൂക്യോപനിഷത്ത് വായിച്ച് അതിലെ ശ്ലോകങ്ങൾ നല്ല പോലെ ഗ്രഹിച്ചപ്പോൾ എനിക്ക് തോന്നി, ഇനി ഇവിടെ ജീവിക്കുന്നത് ശരിയല്ല, ഉദ്യോഗവും കാര്യവുമായിട്ട് വിട്ടു. എഴുതി കൊടുത്തു, ഞാൻ സന്യസിക്കാൻ പോവാണെന്ന്. ഒരു കാലത്ത് മനുഷ്യൻ ഉദ്യോഗത്തിനും സമ്പാദ്യത്തിനുമൊക്കെ പരിശ്രമിക്കും, അത് ശരിയാണ്. അതേപോലെ മനുഷ്യൻ്റെ മനസ്സും ബുദ്ധിയും വികസിച്ച് ലക്ഷ്യബോധം മാറുന്നതോടുകൂടി ഇതൊക്കെ വേണ്ടാന്ന് തോന്നും. അതുകൊണ്ട് ഞാൻ നമ്മുടെ ഈ ജീവിതത്തിൽ നിന്ന് വേർപിരിയാൻ, പെൻഷൻ പറ്റാൻ ആവശ്യപ്പെടുന്നു, നിങ്ങൾ എന്നെ വിടുവിച്ച് തരണം എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ റെസിഗ്നേഷൻ ഉണ്ടായത്. ആലോചിച്ച് നോക്കൂ. ആ വായിച്ചതിൻ്റെയും ഗ്രഹിച്ചതിൻ്റെയും ഫലമായിരുന്നു, സ്വാധീനമായിരുന്നു അത്. ഇത് നല്ലപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ യതിഹി യാദൃച്ഛികോ ഭവേത് എന്നാണ് എഴുതിയിരിക്കുന്നത് മാണ്ഡൂക്യോപനിഷത്തിൽ, കാരികയിൽ. നിങ്ങൾ ഈ സത്യം നല്ലപോലെ മനസ്സിലാക്കിയോ എന്നാൽ യതിഹി പുറത്ത് കിടന്ന് സഞ്ചരിക്കൂ. പിന്നെ നിങ്ങൾക്ക് ഉദ്യോഗം വേണ്ട, സമ്പാദ്യം വേണ്ട, വിവാഹം വേണ്ട, കുട്ടികൾ വേണ്ട, ബന്ധുബാന്ധവന്മാർ വേണ്ട, ഗൃഹം വേണ്ട, കിടക്കൂ പുറത്തേക്ക്. ഈ അറിവ് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഇത് ചെയ്യൂ. ഇല്ലെങ്കിൽ നിങ്ങൾ നുണഞ്ഞു കഴിഞ്ഞുകൂടൂ. ഇത് വായിച്ച് കഴിച്ചതിന് ശേഷം പിന്നെയും ഈ ദ്രവ്യപ്രപഞ്ചത്തിൻ്റെ പിന്നാലെ പോകുന്നത് അർത്ഥരഹിതമാണ്. 2 വഞ്ചിയിലെ കാലിട്ട് നമുക്ക് നടക്കാൻ പറ്റില്ല, സഞ്ചരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വിടൂ. യതിഹി യാദൃശ്ചികോ ഭവേത്. എന്താ യാദൃശ്ചിക ശബ്ദത്തിന് അർത്ഥം? എതിർച്ചയാ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് വിധേയമായി ജീവിക്കൂന്ന്. ഈ ലോകം എതിർച്ചയാ ഉണ്ടായതല്ലേ? ആ ലോകം എത്ര കാലമായി നിലനിൽക്കുന്നു? അതിന് വല്ല കോട്ടവും കുറവുമുണ്ടോ? അതേമാതിരി നിങ്ങളുടെ ജീവിതത്തിനും ഒരു കോട്ടവും ഒരു കുറവുമില്ലാതെ അതേ യാദൃച്ഛികത നിങ്ങളെ വലയം ചെയ്തു നിൽക്കും, നിങ്ങളെ സംരക്ഷിക്കും, നിങ്ങളെ താങ്ങി തലോടും. വേറെ ഒന്നും ആലോചിക്കണ്ട. വിശേഷപ്പെട്ട ഒരു വാക്യ, യോഗക്ഷേമം വഹാമ്യഹം. അങ്ങനെ പോകുന്ന ആളുടെ യോഗവും ക്ഷേമവും, കയ്യിലുള്ളത് പോകാതെ സൂക്ഷിക്കാനും പോരാത്തത് അയാൾക്ക് കൊടുത്ത സംതൃപ്തനാക്കാനും വഹാമ്യഹം, ആ ചുമതല ഞാൻ വഹിക്കുന്നു എന്നാണ് കൃഷ്ണൻ പറയുന്നത്. ആ അറിവിൻ്റെ മഹിമയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ മനസ്സിലൊരു വിചാരമുണ്ടാവാം, ധനമാണ് സർവസ്വം, കുടുംബമാണ് സർവസ്വം, കുട്ടികളാണ് സർവസ്വം. ഒരു ചുക്കും ചുണ്ണാമ്പുമല്ലപ്പ ഇതൊന്നും. ഇതൊക്കെ കാണപ്പെടുന്ന വസ്തുക്കളിൽപ്പെട്ടതാണ്. കാണുന്ന ഒരു ദൃഷ്ടമണ്ഡലമുണ്ട്, അതിൽ കുമിള പോലെ പാറി പടർന്ന് കിടക്കുന്നതാണ് ഈ പ്രപഞ്ചം മുഴുവനും. ഇതാണ് ഉപനിഷത്ത് നമ്മളോട് പറയുന്നത്. ബ്രഹ്മവിദ് ആപ്നോതി പരം. ആ ബ്രഹ്മത്തെ അറിഞ്ഞാൽ മാത്രം മതി, ഉണർന്നാൽ മാത്രം മതി, സാക്ഷാത്കരിച്ചാൽ മാത്രം മതി, അനുഭവസിദ്ധി കൈവരിച്ചാൽ മാത്രം മതി. ജീവിതം പൂർണ്ണമായി 1947 നമ്മുടെ ഭാരതം സ്വതന്ത്രമായി. സ്വതന്ത്രമായ ഭാരതത്തിന് ഒരു മുദ്രാവാക്യം വേണം. ആ മുദ്രാവാക്യത്തിന് എവിടെ പോകണം, എവിടുന്നാന്ന് ആലോചിച്ച് അന്നത്തെ ചിന്തകന്മാരും അധികാരികളും മേധാവികളും എല്ലാവരും കൂടി കണ്ടുപിടിച്ചതാണ് സത്യമേവ ജയതേ നാനൃതം എന്ന ഉപനിഷത്ത് വാക്യത്തിൻ്റെ ആദ്യ ഭാഗം. സത്യമേവ ജയതേ, സത്യം മാത്രമേ ജയിക്കൂ, സത്യം മാത്രമേ ജയിക്കൂ. ഇതാണ് കൂട്ടരെ നമ്മുടെ ഭാരതത്തിൻ്റെ മുദ്രാവാക്യം. അതിൽ സംശയം ഉണ്ടായവർക്ക് എന്താണത്? ജയതേ എന്ന് പറയുന്നത് ആത്മനേപഥമാണ്, പക്ഷേ ആ ശബ്ദം പരസ്മൈപതിയാണ്. ജയതി എന്ന് പറയണം. അപ്പം നമ്മളത് മാറ്റി ജയതി എന്ന് എഴുതണമെന്ന് ആലോചിച്ച് വേണ്ട.
നമ്മുടെ പൂർവികർക്ക് ജയതേ എന്ന് പറയണം എന്ന് തോന്നി. അത് നമ്മളാരാ മാറ്റാൻ? അതുകൊണ്ട് സത്യമേവ ജയതേ എന്ന രൂപത്തിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് സ്വീകരിച്ച മുദ്രാവാക്യമാണത്. അവിടെയും നമ്മുടെ ഉപനിഷത്താണ് അങ്കിതമായിരിക്കുന്നത്. നമുക്ക് ഉപനിഷത്തുകളുമായിട്ടുള്ള ബന്ധം ഒരാൾ ഉണ്ടാക്കി തന്നിട്ട് വേണ്ട. നമ്മുടെ ജന്മം ഈ ഭാരതഭൂമിയിൽ നടന്നുവോ, അപ്പം നിങ്ങൾക്ക് ഉപനിഷത്ത് ബന്ധമായി. അതിൽ നിന്ന് രക്ഷപ്പെടാനോ വഴുതി പോകാനോ ചിന്നിത്തെറിക്കാനോ പറ്റില്ല. അത് നമ്മുടെ ധമനികളിലുണ്ടത്. അത് മാച്ചാലും തുടച്ചാലും പോകുന്നതല്ല. ആ ഉപനിഷത്തിനെ പറ്റിയാണ് ഞാൻ കുറച്ചൊന്ന് സംസാരിക്കാൻ പോണത്. അപ്പം നിങ്ങളുടെ മനോഭാവം എത്ര ഊഷ്മളമായിരിക്കണം, എത്ര പവിത്രമാകണം, എത്ര ആർജവപൂരിതമാകണം എന്ന് ആലോചിച്ച് നോക്കൂ. അതനുസരിച്ച് കേട്ടോളൂ. ഈ ഉപനിഷത്ത് കേൾക്കുന്ന സമയത്ത് അതനുസരിച്ചൊരു മനോഭാവവും സ്വീകരണവും നിങ്ങൾക്കുണ്ടാവണം. ചരിത്രാതീതമായ കാലത്തിലേക്ക് നമ്മുടെ പ്രേക്ഷകരെ ഞാൻ എടുത്തങ്ങോട്ട് കൊണ്ടുപോവാണ്. നോക്കൂ, ഇതാണ് നിങ്ങളുടെ തുടക്കമപ്പാ. ഇതാണ് തുടക്കം. അന്നത്തെ മനുഷ്യനും ഇന്നത്തെ മനുഷ്യനും സ്വല്പമെങ്കിലും മാറിയിട്ടില്ല. അന്നത്തെ ലോകവും ഇന്നത്തെ ലോകത്തിനും ഒരു മാറ്റവും വന്നിട്ടില്ല. അന്നത്തെ ലോകം പഞ്ചഭൂതം കൊണ്ടുണ്ടാക്കിയതാ, പഞ്ചഭൂതങ്ങൾ കൊണ്ട്. ഇന്നും അതേ പാഞ്ചഭൗതിക പ്രപഞ്ചമാണ് നമ്മുടെ മുൻപിൽ. ഭൂമി, വെള്ളം, വായു, അഗ്നി, ആകാശം, ഇവ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പദാർത്ഥങ്ങളും ഇത്രയേ ഉള്ളൂ. പിന്നെ എവിടെയാണ് നിങ്ങൾ മാറി എന്ന് പറയണത്? അന്നത്തെ മനുഷ്യനും ജീവിതം മുഴുവനും താനും ഈ ലോകവസ്തുക്കളുമായുള്ള സമ്പർക്കമായിരുന്നു. ഇന്നത്തെ മനുഷ്യനും അതുപോലെ താനും ലോകവും തമ്മിലുള്ള സമ്പർക്കമാണ്. ഇത് രണ്ടിനും മാറ്റമില്ലെങ്കിൽ പിന്നെ എന്ത് മാറിയെന്നാണ് നിങ്ങൾ പറയണത്? മത്തങ്ങ എവിടെയാണ് ഈ മാറണത്? ഇന്ന് കാണുന്നത് പുതിയ കണ്ണുകൊണ്ടാണോ? കേൾക്കുന്നത് പുതിയ ചെവികൾ കൊണ്ടാണോ? കാണുന്ന ലോകം പുതിയ ഭൂമിയും പുതിയ ആകാശവും പുതിയ വെള്ളവുമാണോ? മിണ്ടരുത്. ലോകം മാറിയിട്ടില്ല, മനുഷ്യനും മാറിയിട്ടില്ല. മനുഷ്യൻ്റെ സമ്പർക്കമുണ്ടല്ലോ, ലോകമായിട്ടുള്ള സമ്പർക്കം, അന്നും സുഖദുഃഖങ്ങളാണ് ഉണ്ടാക്കിയത്, ഇന്നും അതേ സുഖദുഃഖങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ പറയുന്ന ഈ ഉപനിഷത്തുണ്ടല്ലോ, ശാശ്വതമായിരിക്കുന്ന ഒരു ചർച്ചയാണ്, ശാശ്വതമായിരിക്കുന്ന ഒരു അപഗ്രഥനമാണ്, ശാശ്വതമായിരിക്കുന്ന നിഗമനങ്ങളാണ്. ഇത് നല്ല പോലെ മനസ്സിലാക്കണം. ഈ ഉപനിഷത്തുകൾ നമുക്ക് എല്ലാം കൂടി 4 വേദങ്ങളാണ്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അതിൽ ഋഗ്വേദമാണ് പുരാതനം. അവിടുന്ന് അങ്ങോട്ട് വളർന്നു വന്നതാണ് യജുർവേദവും സാമവേദവും അഥർവവേദവും ഒക്കെ. ഓരോ വേദത്തിനും ഓരോ മഹാവാക്യമുണ്ട്. അങ്ങനെ 4 വേദങ്ങൾക്ക് 4 മഹാവാക്യമാണ്. ആ ഋഗ്വേദം മുഴുവനും നിങ്ങൾക്ക് വായിക്കാൻ സാധിച്ചില്ലെങ്കിലും അനുസരിക്കാൻ പറ്റിയില്ലെങ്കിലും അതിൽ പറയുന്ന മഹാവാക്യമെങ്കിലും നിങ്ങൾ ഗ്രഹിക്കുക. എന്താണ് ഋഗ്വേദത്തിൻ്റെ മഹാവാക്യം? പ്രജ്ഞാനം ബ്രഹ്മ. പ്രജ്ഞാനം ബ്രഹ്മ. മ. നിങ്ങൾക്കറിയാമോ, മ എന്ന് എഴുതുന്നത് ഹ മാവാണ്, പക്ഷെ ഉച്ചരിക്കുന്നത് മാ ഹവ. അതെന്താ കാരണം? ഇഹ്മ എന്ന് പറയുമ്പോൾ കൂട്ടക്ഷരം അതിൻ്റെ ആ പാലിൽ വെള്ളമൊഴിച്ച മാതിരി വായുന്ന് പുറത്തേക്ക് വരില്ല. അപ്പം അതിന് ചംക്രമണം എന്നൊരു നിയമപ്രകാരം മാ കഴിഞ്ഞ് ഹ വന്നാൽ എങ്ങനെയോ അതുപോലെ ഉച്ചരിച്ചാൽ മതിയെന്ന്. എഴുതുന്നത് ബ്രഹ്മാന, പറയുന്നതോ ബ്രഹ്മ. മഹ മ മ വന്നി വന്നി ആന്ഹികം, അതൊക്കെ ഈ ശബ്ദത്തിൽപ്പെട്ടതാ. അപ്പോൾ പ്രജ്ഞാനം ബ്രഹ്മ. ബ്രഹ്മം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ബ്രഹ്മശബ്ദത്തിനർത്ഥം ബൃംഹതി ഇതി ബ്രഹ്മ. ബൃംഹതി, ആ ധാതുവിന് എന്താ അർത്ഥം? വർദ്ധതേ നിരതിശയ മഹത്വ ലക്ഷണവൃദ്ധിമാൻ ഭവതി ഇത്യർത്ഥ. ബൃഹ് എന്ന ധാതുവിന് വീർക്കുക, വളരുക എന്നർത്ഥമാണ്. നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ടല്ലോ, ദ യൂണിവേഴ്സ് ഈസ് എക്സ്പാൻഡിങ്. ഈ വിശ്വം വർദ്ധിക്കുന്നതാണ്, വികസിക്കുന്നതാണെന്ന്. ആർക്കാ അങ്ങനെ വികസിക്കാൻ സാധിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കൂ.
ഈ വിശ്വം എന്ന് പറഞ്ഞാൽ നമുക്ക് ആകാശം വരെ ചിന്തിക്കാൻ പറ്റുള്ളൂ. ആകാശത്തിൽ മറ്റുള്ള 4 ഭൂതങ്ങളുണ്ട്. ആകാശം എവിടെയാണ് നിൽക്കണത് എന്ന് ചോദിച്ചാൽ വല്ല മറുപടിയുമുണ്ടോ? എവിടെയെങ്കിലും ഒരു വസ്തുവിന് നിൽക്കണ്ടേ? അപ്പോൾ ഇവിടെ മൂലമായിട്ടും അന്തിമമായിരിക്കുന്ന പൊരുളുണ്ടല്ലോ, ആ പൊരുളിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് പറയാനുള്ള കാരണം, അത് അതിൻ്റെ ഇഷ്ടപ്പടിക്ക് വർദ്ധിക്കുന്നു. അത് വർദ്ധിക്കുമ്പോഴാണ് ബാക്കിയെല്ലാം അതിൻ്റെ ഉള്ളിൽപ്പെട്ട് നിലനിൽക്കുന്നത്. ആ ബൃഹത്തായിരിക്കുന്ന വർദ്ധിക്കുന്നതായ വിശേഷപ്പെട്ട ഒരു സാന്നിധ്യമുണ്ടല്ലോ, അതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ആ ബ്രഹ്മം എന്താണെന്നുള്ള ചോദ്യത്തിന് പ്രജ്ഞാനം എന്നാണ് മറുപടി. ജ്ഞാനം എന്നുള്ള വാക്ക് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അറിവിനെയും ഉണർവിനെയും സൂചിപ്പിക്കുന്നതാണ്, ബോധത്തെ സൂചിപ്പിക്കുന്നതാണ്. നാം ഈ കാണുന്നത് പ്രപഞ്ചം പാഞ്ചഭൗതികമാണ്. ഇതിൽ ഖരമാണ് ഭൂമി, ദ്രവമാണ് വെള്ളം, വാതമാണ് വായു, ഊർജമാണ് അഗ്നി. ഇതിനെ എല്ലാറ്റിനെയും താങ്ങി നിലനിർത്തുന്നതാണ് ആകാശം. ഇതിനോടൊക്കെ തട്ടിച്ചു നോക്കുമ്പോൾ ഇതൊന്നും അറിവ് ഉണർവ് എന്ന് പറയുന്ന വസ്തുക്കളല്ലാതെ. പക്ഷേ ബ്രഹ്മം പ്രജ്ഞാനമാണ്, വിശേഷപ്പെട്ട ജ്ഞാനം. അപ്പം ജ്ഞാനം എന്ന് പറയുമ്പോൾ അത് മാറ്ററല്ല, ദ്രവ്യമല്ല, ഊർജവുമല്ല. അങ്ങനെ ഉണർവ് രൂപത്തിലുള്ള ഒരു സാന്നിധ്യമാണത്രേ പരമസത്യം, എല്ലാറ്റിൻ്റെയും മൂലപ്പൊരുൾ. ഞാനിത് പറയുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ഭാവം ഞാൻ എങ്ങനെയാണ് പ്രകടമാക്കുക? നോക്കൂ, ഇത് ഭാരതത്തിൽ മാത്രമേ കണ്ടെത്തി നിർവചിച്ചിട്ടുള്ളൂ. നാം ജീവിക്കുന്ന സ്ഥൂല പ്രപഞ്ചം, സ്ഥൂലദേഹം, ഇതെല്ലാമായി ജീവിക്കുന്ന നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് എന്താ? ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും മൂലപ്പൊരുൾ അന്തിമ സത്യം ദ്രവ്യമല്ല, ഊർജമല്ല, ഉണർവാണ്, ബോധമാണ്, പ്രജ്ഞയാണ്, ചേതനയാണ്. അത് ദ്രവ്യവും ഊർജവുമല്ല, പ്രജ്ഞാനം ബ്രഹ്മ. ഈ ലോകത്തെ നാം ഉണരുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഉണർച്ചയുടെ പരിണത ഫലമാണ് ഈ ലോകം. നാം ഇല്ലെങ്കിൽ ഈ ലോകമില്ല. എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് ഉണർത്തിക്കണം. അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞ് സ്വയം ഉണർത്തിക്കുന്നത് ഞാൻ മാത്രമാണ്. കൂരിരുട്ടിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദേഹത്തെ പോലും കാണാൻ പറ്റില്ല. ഒരു സ്ഥലത്ത് നിന്നിട്ട് കൈ ഇങ്ങനെ പൊന്തിച്ചോളൂ. എന്തിനു വേണ്ടി? കൈ തൊടാണ്ടിരിക്കാൻ. അങ്ങനെ പൊന്തിച്ചാലും നിങ്ങൾക്കറിയാം ഞാൻ ഉണ്ട് എന്ന്. അപ്പം അവിടെ ഉള്ളതെന്താ? ഒരു ഉൾപ്പൊരുൾ. അതിനെന്താ തെളിവ്? അത് നിങ്ങളെ അറിയിപ്പിക്കുന്നു ഞാനുണ്ട് എന്ന്. അതാണ് സത്യം, അതാണ് പരമസത്യം. അതിൻ്റെ രൂപം ജ്ഞാനമാണ്. അത് ദ്രവ്യമല്ല, അത് ഊർജമല്ല. ഇറ്റ് ഈസ് നൈദർ മാറ്റർ നോർ എനർജി. ഇറ്റ് ട്രാൻസെൻഡ്സ് ബോത്ത് മാറ്റർ ആൻഡ് എനർജി. And it is in the nature of awareness, sentience or consciousness. It makes you aware of others as well as it makes you conscious of yourself. I am. That amness is the supreme truth. ഇതാണ് ഋഗ്വേദം പറഞ്ഞത്. യജുർവേദത്തിലോ അഹം ബ്രഹ്മാസ്മി. ഈ ബ്രഹ്മം എന്ന് പറയുന്ന അന്തിമ പൊരുൾ നിങ്ങൾ തേടിപ്പിടിച്ച് പുറത്തേക്ക് പോണ്ട. അഹം, ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് ആ പൊരുളിനെയാണ്. ആ ബ്രഹ്മം തന്നെയാണ് ഞാൻ എന്ന രൂപത്തിൽ നമ്മളിൽ പ്രകാശിച്ച് ഉണർച്ചയായി പരിലസിക്കുന്നത്. സാമവേദത്തിലോ തത്വമസി. എടോ ശിഷ്യ, താൻ തേടി കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്ന പരമ്പൊരുളുണ്ടല്ലോ, അത് താൻ തന്നെയാണ്. തൻ്റെ ഉള്ളിലുള്ള ഞാനാണത്. ഞാനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ, പരമ്പൊരുൾ എത്തിക്കഴിഞ്ഞിരിക്കും. അഥർവവേദത്തിലുള്ള മഹാവാക്യം എന്താണ്? അയം ആത്മാ ബ്രഹ്മ. ഞാൻ എന്നിങ്ങനെ നമ്മുടെ ഉള്ളു ചൂണ്ടിക്കാണിച്ച് നമ്മൾ പറയുന്ന ഞാനുണ്ടല്ലോ, ആത്മാ എന്നുള്ളതിന് എന്താ അർത്ഥം? അഹം പ്രത്യയ ഗോചര. ഞാൻ എന്ന പ്രത്യയം കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്തോ അതാണ് ആത്മാ. ആ ആത്മാ തന്നെയാണ് ബ്രഹ്മം. സോ അന്തിമ സത്യത്തെ അന്വേഷിച്ച് നിങ്ങൾ പുറത്ത് ഒരു കാലടി വയ്ക്കരുത്, കണ്ണ് തുറക്കരുത്.
അന്തിമ സത്യത്തിനെ കണ്ടെത്താൻ നിങ്ങളുടെ ഉള്ളിലാണ് ഈ ജ്ഞാനയാത്ര, അന്വേഷണ യാത്ര നടക്കേണ്ടത്. ഈ 4 മഹാവാക്യങ്ങളാണ്. ഈ വേദങ്ങൾ മുഴുവൻ നോക്കി നമ്മുടെ ജൈമിനി പറഞ്ഞു എന്ത്? ഈ വേദങ്ങളെല്ലാം നമ്മളോട് പറയണത് ചെയ്യൂ ചെയ്യണ്ടെന്നാണ്. ചെയ്യൂ എന്ന് പറഞ്ഞാൽ വിധി, ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നിഷേധം. ജീവനുള്ളിടത്തോളം കാലം അഗ്നിഹോത്രം ചെയ്യൂ എന്ന് വേദം പറയുന്നുണ്ട്. യാവജ്ജീവം അഗ്നിഹോത്രം ജുഹുയാത് എന്ന് പറയുന്നുണ്ട്. പിന്നെ മാംസം, എല്ലാ മാംസവും കഴിക്കരുത്, വിഷാംശമുള്ള മാംസം കഴിക്കരുത് എന്ന് പറയുന്നു. ഉദാഹരണമായിട്ട് ഈ 2 വാക്യങ്ങളെയാണ് പറയാറുള്ളത്. അപ്പോൾ ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യണം എന്നിങ്ങനെ ശാസിക്കുന്ന വേദവാക്യങ്ങൾക്ക് മാത്രമേ പ്രസക്തിയുള്ളൂ. മറ്റുള്ളതൊക്കെ വൃഥാ എന്തോ ചില കാട്ടിക്കൂട്ടലിന് പറഞ്ഞിരിക്കുന്നതാണ്. ഇതാണ് ജൈമിനിയുടെ അഭിപ്രായം. എന്നാൽ ശങ്കരാചാര്യരുടെ അഭിപ്രായം എന്താ? വേദം മുഴുവനും ജ്ഞാനപരമാണെന്ന്. അത് വിജ്ഞാപകമാണ്, ഉദ്ബോധിപ്പിക്കുന്നതാണ്. നമ്മൾക്ക് കണ്ണും മൂക്കും ചെവിയും എല്ലാമായി പലതും കണ്ടാൽ മനസ്സിലാവും. അതൊന്നും വേദം പറയേണ്ട ആവശ്യമില്ല. ഇത് കണ്ണടയുടെ കൂടാണ്, കണ്ണാടിയുടെ കൂടാണെന്ന് പറയാൻ ആരോടും ചോദിക്കണ്ട, നമുക്ക് കണ്ടാലറിയാം. അതിനൊരാൾ നമ്മളോട് പറയണ്ട. പക്ഷേ നമുക്ക് അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. എന്താ അത്? എടോ മനുഷ്യ കേൾക്കുക, താൻ ശരീരമല്ല, ശരീരം തൻ്റെയാണ്, താൻ വേറിട്ട് നിൽക്കുന്നു. ശരീരം വേറിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് തൻ്റേന്ന് താൻ പറയുന്നത്. അപ്പോൾ ഇവിടെ ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ലോകം, വീട്, കുടി, ഗൃഹം, ഗൃഹാംഗങ്ങൾ, ഭർത്താവ്, ഭാര്യ, മക്കൾ, അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി, ബന്ധുക്കൾ, സ്നേഹിതന്മാർ എന്നു തുടങ്ങി എല്ലാം തന്നെ എൻ്റെയാണ്. അതിനെല്ലാം ആധാരമായിരിക്കുന്ന ഒരു ഞാനുണ്ട്. ആ ഞാൻ ദേഹമല്ല. ദേഹം തൻ്റെയാണ്, താൻ ദേഹമല്ല. താനാണ് വിഷയി, വിഷയത്തെ ഗ്രഹിക്കുന്നവൻ. ബാക്കിയെല്ലാം ഗ്രഹിക്കപ്പെടുന്ന വിഷയങ്ങളാണ്. ഓൾ ആർ ഓബ്ജക്ട്സ്. യു അലോൺ ആർ ദ സബ്ജക്റ്റ്. യു ആർ ദ സബ്ജക്റ്റ്, ഐ, നോട്ട് ദി ഓബ്ജക്ട്സ് ലൈക്ക് ദ ബോഡി, മൈൻഡ്, വേൾഡ്, എറ്റ്സെട്ര. ഇങ്ങനെ വിജ്ഞാപനം നടത്തുകയാണ് വേദങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ വേദം മാൻഡേറ്ററി അല്ല, റെവലേറ്ററിയാണ്. വിജ്ഞാപകമാണ് അതിൻ്റെ സ്വഭാവം. അല്ലാതെ വിധി നിഷേധപരമല്ല, ചെയ്യൂ എന്ന് പറയുന്നതല്ല. ഇവർ 2 പേരും തമ്മിൽ ഒരേ വേദങ്ങൾ നോക്കിയിട്ട് പറഞ്ഞതാണ്. ഇത് മുഴുവൻ പ്രതിപാദിക്കുന്നത് ഉപനിഷത്തുകളിലാണ്. എത്ര ഉപനിഷത്തുകളുണ്ട്? 100 ചില്ലാനം ഉപനിഷത്തുകളുണ്ട്. ആ ഉപനിഷത്തുകളിൽ ശങ്കരാചാര്യൻ ഭാഷ്യം എഴുതിയിട്ടുള്ളത് 10 11 ആ ദശോപനിഷത്തിനെ സൂചിപ്പിക്കുന്ന ഒരു ശ്ലോകമുണ്ട്. ഈശകേന കഠപ്രശ്ന മുണ്ടമാണ്ഡൂക്യ തിത്തിരി ഐതരേയം ച ഛാന്തോഗ്യം ബൃഹദാരണ്യകം ദശ. 10. ഈശോപനിഷത്ത്, കേനോപനിഷത്ത്, കഠോപനിഷത്ത്, പ്രശ്നോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, മാണ്ഡൂക്യോപനിഷത്ത്, തൈത്തിരീയോപനിഷത്ത്, ഐതരേയം എന്ന് പറയുന്ന ഉപനിഷത്ത്, ഛാന്തോഗ്യം, ബൃഹദാരണ്യകം 10. പിന്നെ ഒരെണ്ണം കൂടി ശ്വേതാശ്വതരം എന്ന് പറഞ്ഞൊരു ഉപനിഷത്തുണ്ട്. ഇങ്ങനെ 11 ഉപനിഷത്തിനാണ് ശങ്കരാചാര്യൻ ഭാഷ്യം എഴുതിയിരിക്കുന്നത്. അതിൽ ഈശാവാസ്യത്തിൽ പറയുന്ന പ്രഥമ ശ്ലോകം ഞാനൊന്ന് പറയാം. ഞാൻ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ കുറച്ചൊന്ന് പറയുന്നത് ഉപനിഷത്തിനെ പറ്റിയിട്ടാണ്. അതിനനുസരിച്ചൊരു മനോഭാവം നിങ്ങൾക്കുണ്ടാവണം. അത് ദിവ്യമാണ്, പരമമാണ്, അനുഭവവേദ്യമാണ്. നമ്മുടെ ഉൾത്തലത്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതും സൂചിപ്പിക്കുന്നതും ഉദ്ബോധിപ്പിക്കുന്നതുമാണ്. ശരീരത്തിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, പറഞ്ഞറിയിച്ചാലേ പറ്റുള്ളൂ. ഈശാവാസ്യമിദം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീധ മാ ഗൃഹ കസ്യ സ്വിദ്ധനം. ആദ്യത്തെ ശ്ലോക ഓം ഈശാവാസ്യമിദം സർവം. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും യത്കിഞ്ച ജഗത്യാം ജഗത്, ഈ ലോകത്തിന് ജഗത്ത് എന്ന് പറയും. ജഗത്യാം, ഈ ലോകത്തിൽ, ജഗത് ഗമിക്കുന്നത്, സഞ്ചരിക്കുന്നത്, ചലിക്കുന്നത് എന്തെല്ലാമുണ്ടോ
ഇവിടെ എല്ലാം ചലിക്കുന്നതാ. എവറിതിങ് ഈസ് ഐദർ മൂവിങ് ഓർ വൈബ്രേറ്റിംഗ്. ഒരണുവിൻ്റെ ഉള്ളിൽ എന്താ? ഇലക്ട്രോൺസ് കിടന്നിങ്ങനെ ഭ്രമണം ചെയ്യാം. ഈ ഭൂമിയോ സ്വയം അച്ചുതണ്ടിൽ ഇങ്ങനെ ഭ്രമണം ചെയ്യണു, സൂര്യനെ പ്രദക്ഷിണം വയ്ക്കുന്നു. ഇവിടെ അനങ്ങാത്ത ഒരു സാധനമില്ല അവിടെ. അങ്ങനെ ജഗത്തായി ഗമിക്കുന്നത്, സഞ്ചരിക്കുന്നതായി എന്തെല്ലാം ഉണ്ടോ അതെല്ലാം തന്നെ ഈശാവാസ്യമിതം സർവം. ഇതിൻ്റെ അധിപനായിരിക്കുന്ന ഒരു ഈശശക്തിയുണ്ട്, ഒരു ഈശ്വരൻ. ആ ഈശ്വരനാൽ വ്യാപ്തമാണിത്. ഓ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങളൊരു വീട് കെട്ടി, എവിടെ? ഭൂമിയുടെ മുകളിൽ. ഭൂമി മുഴുവനും വ്യാപിച്ചിരിക്കുന്നു ഈശ്വരൻ. അതിലുള്ള വൃക്ഷങ്ങളിലും ചെടികളിലും മൃഗങ്ങളിലും മനുഷ്യരിലും പർവ്വതത്തിലും എല്ലാറ്റിലും വ്യാപിച്ചു കിടക്കുന്നു. നിങ്ങൾ കെട്ടിയിട്ടുള്ള വീട്ടിലും അത് വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അങ്ങനെ ഈശ്വരൻ വ്യാപിക്കാത്തതൊന്നുമില്ല. തൻ്റെ വ്യാപന രൂപത്തിൽ ഇതിനെ മുഴുവനും ഉടമസ്ഥാരൂപത്തിൽ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നവനാണ് ഈശ്വരൻ. അങ്ങനെ ഈശ്വരൻ്റെ സ്വത്തും ദേഹവുമാണ് ഈ കാണുന്നതെല്ലാം. ഈശ്വര വ്യാപ്തമാണ്. ഇത് മനസ്സിലാക്കി ത്യാഗബുദ്ധിയോടുകൂടി ജീവിക്കൂ. എൻ്റെ എന്നുള്ള മനോഭാവം നിങ്ങൾക്ക് പാടില്ല. ഞാൻ എന്നുള്ള കർത്തൃഭാവവും ഭോക്തൃഭാവവും നിങ്ങൾക്ക് വേണ്ട. അപ്പം കർത്തൃഭാവവും ഭോക്തൃഭാവവും വിട്ട്, എൻ്റെ എന്നുള്ള മമതയും വിട്ട്, എല്ലാം ഈശ്വര വ്യാപ്തമാണെന്ന് വിചാരിച്ച് ആ ദിവ്യത്വത്തിൽ, ആ ദിവ്യഭാവനയിൽ നിങ്ങളിവിടെ വാഴും. എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ, എത്ര ഭൂമി വേണമെങ്കിലും വാടിച്ചോളൂ, ഒരു വിരോധവും ഇല്ല. എൻ്റെ ആണെന്നൊരു വിചാരം നിങ്ങൾക്ക് പാടില്ല. നിങ്ങൾ നിൽക്കുന്നത് ഭൂമിയിലാണ്, ശ്വസിക്കുന്നത് കാറ്റാണ്, കുടിക്കുന്നത് വെള്ളമാണ്. ഈ സാധനങ്ങളൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനോ മുത്തച്ഛനോ തന്നതല്ല, സർക്കാർ തരുന്നതല്ല. കാറ്റ് അതിൻ്റെ ഇഷ്ടപ്പടിക്കിരിക്കുന്നു, വെള്ളവും അതുപോലെ തന്നെ. സമുദ്രത്തിൽ നിന്ന് ആവിയായി മേപ്പെട്ട് പോകുന്നതാണ് വർഷമായി മടങ്ങി വരുന്നത്, ജലാശയങ്ങളിൽ നിന്ന് പോകുന്നത്. എന്നാലും വർഷത്തിന് കൊല്ലം തോറും ഭേദമുണ്ടല്ലോ, വ്യത്യാസം. എന്തുകൊണ്ട്? ആരാണിതിനെ നിയന്ത്രിക്കുന്നത്? നിങ്ങളുടെ കയ്യിൽ കാറ്റുണ്ടോ? വെള്ളമുണ്ടോ? ഭൂമിയുണ്ടോ? ആകാശമുണ്ടോ? അഗ്നിയുണ്ടോ? ഇല്ല. മിണ്ടരുത്. എൻ്റെയോ? കുഴിച്ചു മൂടിൻ ഈ എൻ്റെ എന്നുള്ള മനോഭാവം. എല്ലാം ഇത് താങ്ങി നിലനിർത്തുന്ന ഈശ്വരൻ്റെയാണ്. നത്തിങ് ഈസ് യുവേഴ്സ്. നത്തിങ് ഈസ് യുവേഴ്സ്. You are on the earth. You are breathing the air. You are drinking the water. The whole universe is contained within the womb of space. None of these belongs to you. You know nothing about them. Then why do you foster the notion this is mine? My dear man, nothing is yours. Declare that. Live in its glory. Have the grandeur belonging to this superb realization. This is what ഈശാവാസ്യ ഉപനിഷത്ത് says. ഒരൊറ്റ ആളുടെ സ്വത്ത് പിടിച്ചു പറിക്കാൻ നിങ്ങൾക്ക് തോന്നരുത്. അത്യാർത്തി ആഗ്രഹം എന്നത് ഘാതകമാണ്. വിട്ടുകളയും. നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആത്മാ ആനന്ദസ്വരൂപിയാണ്. അതിന് വേറെ ഒന്നും ആവശ്യമില്ല. ആ ആത്മാവിനെ മനസ്സിലാക്കൂ, ഉണരൂ, ഗ്രഹിക്കൂ, സാക്ഷാത്കരിക്കൂ. ആ ആത്മാവിനാൽ ഗ്രസ്തമാകട്ടെ നിങ്ങളുടെ ദേഹം, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ബുദ്ധി. എവിടെ പോയി കാര്യങ്ങൾ? ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീതാ മാ ഗൃധ കസ്യസ്വിദ്ധനം. ഇത് ഈശാവാസ്യോപനിഷത്തിൽ പറഞ്ഞതാണ്. അടുത്ത ഉപനിഷത്തിൽ എന്ത് പറയുന്നു? കേനോപനിഷത്ത്. കേന എന്ന് പറഞ്ഞാൽ എന്തിനാൽ, എന്തുകൊണ്ട് എന്ന്. ഞാനിതിന് പറയുന്നത് ബൈ വാട്ടോപനിഷത്ത് എന്നാണ്. ബൈ വാട്ട് എന്നുള്ള ചോദ്യം അതിൽ. കേനേഷിതം പതതി പ്രേഷിതം മനഃ കേന പ്രാണഃ പ്രഥമ പ്രൈതിയുക്തഃ
കേനേഷിതാം വാചമിമാം വദന്തി ചക്ഷുശ്രോത്രം കൗദേവോ യുനക്തി. വാ വാ, ഞാൻ പറഞ്ഞു നിങ്ങളോട്, സംഹിത എന്ന് പറയുന്ന പ്രഥമമായ വേദഭാഗമുണ്ടല്ലോ, കൈ മലർത്തി മേപ്പോട്ട് നോക്കി അദൃശ്യമായിരിക്കുന്ന ദേവതകളെ ഉദ്ദേശിച്ച് നടത്തിയ പ്രാർത്ഥനകളാണ്, സ്തുതികളാണ്, ഗാനങ്ങളാണ്. എന്താ അവർക്ക് വേറെ ഒരു സ്ഥലത്തും നോക്കാൻ പറ്റില്ല. താഴത്ത് നോക്കിയ ഭൂമിയാണ് സർവത്ര. നമ്മുടെ ദൃഷ്ടി ഒരു 6 അടിക്ക് അപ്പുറം ചെല്ലില്ല. മേപ്പെട്ട് നോക്കിയാലോ അനന്തവിദൂരതയാണ്. അപ്പം മേപ്പെട്ട് നോക്കി ഈ ഭൂമി ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് മോളിൽ നിന്നുണ്ടായതാണ്, ചോട്ടിൽ നിന്ന് വന്നതല്ല. ഭൂമിയിൽ എവിടെ ചെന്ന് നിന്നാലും നിങ്ങൾ കാണുന്നത് മോളാണ്, ചോട് കാണില്ല. അപ്പം മുകളാണ് എല്ലാറ്റിൻ്റെയും ഉദ്ഭവസ്ഥാനം. ആ ഉദ്ഭവസ്ഥാനത്തേക്ക് നോക്കി അവർ പാടാനും സ്തുതിക്കാനും തുടങ്ങി. ആ സ്തുതിയാണ് ബ്രാഹ്മണ രൂപത്തിൽ യാഗയജ്ഞങ്ങളായി വികസിച്ചത്. പിന്നെ മതിയെന്ന് തോന്നി പിൻവലിഞ്ഞ് മാനസികമായി അവരുടെ ഗവേഷണവും ഉപാസനയും എന്നിട്ട് കണ്ടുപിടിച്ചതാണ് ഉപനിഷത്ത്. അപ്പോൾ അവരുടെ ചോദ്യങ്ങൾ എന്തായി? ബാഹ്യവും ഉപരിവർത്തികളുമായിരിക്കുന്ന ദേവതകളിൽ നിന്ന് പിൻവലിഞ്ഞ് അവർ ചോദിച്ചു തുടങ്ങി. മഴ വരുത്തുന്നത് വരുണനാണെന്ന് പറയുന്നു. പോട്ടെ, അതൊക്കെ വിടൂ, നമ്മളെ അധീനത്തിലല്ല. നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കാം. കേനേഷിതം പതതി പ്രേഷിതം മനഃ. നമ്മുടെ മനസ്സുണ്ടല്ലോ, ആദ്യമായി നമ്മുടെ മനസ്സ്, ഒരു പിറന്നു വീണ കുട്ടിയുടെ മനസ്സ് എങ്ങനെയാണ് ബാഹ്യവസ്തുക്കളിൽ ചെന്ന് പതിക്കുന്നത്? നമ്മുടെ മനസ്സ് പുറത്തേക്കാണല്ലോ പോകുന്നത്, വസ്തുക്കളെയാണല്ലോ ദർശിക്കുന്നത്. ആരാണ് മനസ്സിനോട് ഇത് ചെയ്യാൻ പറയുന്നത്? മനസ്സിനൊരു പ്രേരണാശക്തി വേണമല്ലോ, ചെയ്യിപ്പിക്കാൻ ഒരു ഘടകം വേണമല്ലോ. ആരാണ് ആ ഉൾദേവത? മനസ്സിനെ ബാഹ്യവസ്തുക്കളിൽ ചെന്ന് ഇറക്കുന്ന ഉൾദേവത ആര്? കേന പ്രാണ പ്രഥമ പ്രൈതിയുക്ത. ആദ്യമായിട്ട് നമുക്കൊരു ശ്വാസമുണ്ടായി. ശ്വാസം. പറന്നു വീണ കുട്ടി കരയണു. അപ്പം ഞാനൊരു ഗൈനക്കോളജിസ്റ്റിനോട് ചോദിച്ചു, എന്താ ഈ കുട്ടി കരയണു എന്ന് നിങ്ങൾ പറയണത്? ആ കുട്ടിക്ക് കരയാൻ എന്താ കാരണം? അത് ആദ്യമായിട്ട് ആ ശ്വാസകോശം വികസിക്കാൻ ഇങ്ങനെ അതിന് എന്തിനാ കരയാന്ന് പറയണേ? അത് ഞങ്ങൾക്ക് അറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല എന്നാണ് എന്നോട് മറുപടി പറഞ്ഞത്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കരച്ചൽ എന്നുള്ള വാക്ക് സങ്കടസൂചകമാണ്. എന്തെങ്കിലും വിഷമം വരുമ്പോഴാണ് നമ്മൾ കരയുക. വേദനയും സങ്കടവും. ഇത് ആ കുട്ടിക്ക് വേദനയാണോ? അല്ല. സങ്കടമാണോ? അല്ല. ആ കുട്ടിയെ സജീവമാക്കി നിലനിർത്തുന്ന ശ്വാസം ആദ്യമായിട്ട് എടുത്ത് ശ്വാസകോശം വികസിക്കുന്ന ഒരു ശോഭന പ്രക്രിയയാണത്. അതിനെന്തിനാ കരച്ചൽ എന്ന് പറയണേ? അറിയില്ല എന്നാണ് മറുപടി പറഞ്ഞത്. അപ്പം ഞാൻ എന്താ ഇവിടെ പറയണേന്ന് വെച്ചാൽ, കേന പ്രാണ പ്രഥമ പ്രൈതിയുക്ത. ആരാൽ നിയോഗിക്കപ്പെട്ടതായിട്ടാണ് ആദ്യത്തെ പ്രാണൻ സ്പന്ദിച്ചത്? എൻ്റെ കൂട്ടരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങളൊക്കെ ഈശ്വരൻ്റെ പേരും പറഞ്ഞ് ഓടി നടക്കുന്നവരാ. എത്ര സ്ഥലം നിങ്ങൾ ഓടിക്കഴിഞ്ഞു? ഈ ഓട്ടം നമ്മുടെ പൂർവികർ മുമ്പേ നടത്തിയതാണ്. ആ ഓട്ടം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. പരമാവധി വിരക്തിയും മതിയെന്നുള്ള തോന്നലും ഉണ്ടാവും. എന്നിട്ട് അവർ ഇരുന്നിടത്ത് എല്ലാം വിട്ട് അവരുടെ ഉള്ളിൽ അങ്ങോട്ട് പൊങ്ങി വന്ന അന്വേഷണമാണ്. കേന പ്രാണ പ്രഥമ പ്രൈതിയുക്ത കേനേഷിതാം വാചമിമാം വദന്തി. നമ്മുടെ നാവിൽ നിന്ന്, വായിൽ നിന്ന് മുത്തു പോലെയുള്ള ശബ്ദങ്ങൾ പുറപ്പെടുന്നുണ്ടല്ലോ. ആരാണിത് പുറപ്പെടുവിക്കുന്നത്? മലയാളത്തിൽ 51 അക്ഷരമുണ്ട്. ഈ 51 അക്ഷരം നമ്മുടെ ഒരേ വായിൽ നിന്ന് നാവും തൊണ്ടയും ഉപരിഭാഗവും ചോടുഭാഗവും മൂക്കും ചുണ്ടും കൂടി പുറപ്പെടുവിക്കുന്നതാണ്. എന്തൊക്കെയുണ്ട്? നാവ്, മുകൾ ഭാഗം, അടിഭാഗം, തൊണ്ട, ചുണ്ട്, മൂക്ക്. ഈ 6 അവയവങ്ങളിലൂടെ 51 അക്ഷരമാണ് നമ്മൾ പുറപ്പെടുവിക്കുന്നത്. ആ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന വാക്കുകളും വാക്യങ്ങളും ഖണ്ഡികകളും ലേഖനങ്ങളും എല്ലാം കൂടി കണക്കിലെടുത്താൽ അതിവിശാലമായിരിക്കുന്ന ഒരു ശബ്ദപ്രപഞ്ചമായി. ആ ശബ്ദപ്രപഞ്ചം
ദ്രവ്യപ്രപഞ്ചത്തെ അതിശയിക്കുന്നതാണ്. ഇങ്ങനെ ഒരു ദ്രവ്യപ്രപഞ്ചം ഉണ്ടാക്കാനായി നമ്മുടെ വാക്കിനെ പ്രേരിപ്പിച്ച് അതിനെ ശക്തിയുക്തമാക്കുന്നത് ആര്? ഏതാണ് ആ ദേവത? ചക്ഷുശ്രോത്രം കൗദേവോ യുനക്തി. ചക്ഷു ശ്രോത്രം കൗദേവോ യുനക്തി. അതേപോലെ കണ്ണുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, മൂക്കുകൊണ്ട് മണക്കുന്നു, നാവ് കൊണ്ട് രുചിക്കുന്നു, ത്വക്ക് കൊണ്ട് സ്പർശിക്കുന്നു. ഇവയെല്ലാം സാധ്യമാക്കുന്നത് ഏതാണ്? ആ ദേവത. നിശ്ചയമായും അത് ഉള്ളിലാണ്, പുറത്തല്ല. നമ്മൾ മുകൾ നോക്കി സ്തുതിക്കുന്നുണ്ടെങ്കിൽ മുകളിനെ കാട്ടിത്തരുന്ന കണ്ണും ആ മുകൾ ദർശനവുമല്ലേ മുമ്പ്? അപ്പം കണ്ണിന് കാണാനുള്ള ശക്തി എവിടെ നിന്ന് കിട്ടുന്നു? കണ്ണിനെ കൊണ്ട് കാട്ടിത്തരുന്നത് ആര്? നാവ് കൊണ്ട് ശബ്ദം പുറപ്പെടുവിക്കുന്നത് ആര്? മനസ്സിനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്ത്? ശ്വാസം നിർഗമിക്കുന്നത് എന്തുകൊണ്ട്? ഇതായി അവരുടെ അന്വേഷണം. എവിടെ പോയി കാര്യങ്ങൾ? ഇന്ദ്രനും വരുണനും മരുത്തും അര്യമാവും പല ദേവതകളുമൊക്കെ പോയി പോയി പോയി. അവർക്കൊന്നും ഒരു പ്രസക്തിയുമില്ലാതെയായി. ഇന്ന് പ്രസക്തി എവിടെയായിരുന്നു? ഈ അന്വേഷണത്തിൽ. വേദകർത്താക്കൾ അവസാനം അന്വേഷിച്ചത് അവരവരുടെ ഉള്ളിൽ നടക്കുന്ന പ്രക്രിയകൾക്ക് പിന്നിലുള്ള ശക്തിവിശേഷം ആര്? ദേവന്മാരാര് എന്നാ. ഒന്ന് മനസ്സിലാക്കിനപ്പാ നിങ്ങൾ. കാണപ്പെടുന്ന ലോകമോ മുൻപിൽ, അതോ അത് കാട്ടിത്തരുന്നതും കാണുന്നതുമായ ദ്രഷ്ടാവോ മുൻപിൽ? ഇതിന് മറുപടി പറയും നിങ്ങൾ. സ്കൂളിൽ പഠിച്ചില്ലേ? കോളേജിൽ പഠിച്ചില്ലേ? ബുദ്ധി വികസിച്ചില്ലേ? ആ ബുദ്ധി ഉപയോഗിച്ച് എന്നോട് മറുപടി പറയൂ. കാണുന്ന നിങ്ങളോ മുൻപിൽ, അതോ കാണപ്പെടുന്ന ലോകമോ മുൻപിൽ? ദൃശ്യമോ ആദ്യം, അതോ ദ്രഷ്ടാവോ, ദൃക്കോ? മറുപടി പറയുന്നപ്പാ. ഇതാണ് നമ്മുടെ ഉപനിഷത്ത്. അത്രയും നാൾ അവർ കണ്ടും കേട്ടും മതിപ്പ് കൽപ്പിച്ചും പോന്ന ആ ദൃശ്യപ്രപഞ്ചമുണ്ടല്ലോ, അതിൻ്റെ പ്രാധാന്യം അവരുടെ മനസ്സിൽ കുറഞ്ഞു, അല്ല ഇല്ലാതായി. ദൃഷ്ടമണ്ഡലത്തിലേക്ക് പ്രവേശിച്ച് അതിൻ്റെ ജാജ്വല്യത മനസ്സിലാക്കണം എന്നാണ് അവർക്ക് തോന്നിയത്. അങ്ങനെ പുറം വിട്ട് ഉള്ളിലേക്ക് കടന്ന് അവിടെ തപ്പിത്തരോടി തപ്പി അവിടെ കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. ആ കണ്ടുപിടുത്തങ്ങളാണ് ഉപനിഷത്തിലാകെ. ഈ ഉപനിഷത്തുകളിൽ പലതരത്തിലുള്ള അവതരണങ്ങളുണ്ട്, രംഗങ്ങളുണ്ട്. അതിൽ മാനുഷവും പ്രായോഗികവുമായിരിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അവതരണങ്ങളാണ് പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് താല്പര്യമുണ്ടാവുക. അതിൽ 2 or 3 ഞാൻ പ്രതിപാദിക്കാം. ആദ്യമായി പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത് ശൗനകൻ എന്ന് പറഞ്ഞ ഒരു മഹാഗൃഹസ്ഥൻ ചെയ്തതാണ്. ശൗനകൻ എന്ന് പറയുന്ന മഹാശാലൻ, മഹാഗൃഹസ്ഥൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അദ്ദേഹം കല്യാണം കഴിച്ചു, കുട്ടികളുണ്ട്, പേരക്കുട്ടികളുമായിട്ടുണ്ടാവും, എല്ലാവർക്കും ആദരവും ബഹുമാനവും ഉണ്ട്, എല്ലാ ദിവസവും അഗ്നിഹോത്രം കർമ്മം നടത്തും, വിശേഷ കർമ്മങ്ങളും ചാതുർമാസ്യവും ഒക്കെ കൊണ്ടു നടക്കുന്ന ആളാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു ഗൃഹസ്ഥൻ, അദ്ദേഹത്തിന് വയസ്സായി, അഗ്നിഹോത്രം മുടക്കിയിട്ടില്ല, ചെയ്ത് വിശേഷ കർമ്മങ്ങളുമൊക്കെ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നി, എന്ന് തുടങ്ങിയതാണ് ഞാനിത്. എത്ര ദശാബ്ദങ്ങൾ കഴിഞ്ഞു, ഞാൻ അന്നും ഇന്നും ഒരുപോലെ ഇരിക്കുന്നു. ഈ കർമ്മങ്ങളൊക്കെ കഴിച്ച് എനിക്ക് വല്ല ഫലവും കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ഞാൻ ചെയ്തു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം മാത്രമേ എനിക്കുള്ളൂ. എന്നാൽ ഈ കർമ്മങ്ങൾ കൊണ്ട് ഉദ്ദേശിച്ചതൊക്കെയോ ഉപരിദേവതകളെയാണ്. ഇന്ദ്രന് വേണ്ടി കൊടുത്തു, അരിമാവിന് വേണ്ടി കൊടുത്തു, പലർക്കും വേണ്ടി കൊടുത്തു. ആരാ ഈ പലര്? എവിടെയാണ് ഇവർ ജീവിക്കുന്നത്? ഞാൻ കൊടുത്തത് അവർക്ക് കിട്ടിയോ? ഒരു വാക്കെങ്കിലും കിട്ടിയെന്ന് പറഞ്ഞ് എന്നോട് അവർ പറയുന്നുണ്ടോ? അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു വ്യർത്ഥമായ പ്രയത്നമാണെന്ന്. നാൾ ചെല്ലുന്തോറും എനിക്ക് ഈ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ വയ്യാത്ത തരത്തിൽ കൈ വിറയ്ക്കണു, ഇരിക്കാൻ വയ്യ, അക്ഷരങ്ങൾ വായിൽ നുഴയുന്നില്ല, അങ്ങനെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ ചെയ്യാൻ പറ്റാത്തൊരു നിലയിലേക്ക് എത്തിക്കുക മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് കാര്യമില്ല.
ഞാൻ ചെയ്തത് അന്വർത്ഥമാകണമെങ്കിൽ അത് കിട്ടിയോ കൊടുത്തവർക്ക് എന്നുള്ളത് അറിയണം. ഇന്നേ വരെ അവർ വന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താന്ന് ശൗനകൻ ബാക്കി ചിലരോടൊക്കെ ചോദിച്ചു. അവർ പറയണത്, അയ്യോ ഇത് ചോദിക്കരുത്, വേദങ്ങൾ വളരെ വിശേഷമാണ്, ദിവ്യമാണ്. ആ വേദങ്ങളിൽ പറഞ്ഞത് നമ്മൾ ചെയ്തു എന്നൊരു കൃതാർത്ഥത നമുക്ക് ഉണ്ടാവും എന്നല്ലാതെ അത് വിട്ട് ഒന്നും ഉണ്ടാവില്ല. താൻ ചോദിക്കണു ആരെ ഉദ്ദേശിച്ചാൽ ചെയ്യണേ, അവർക്ക് കിട്ടിയോന്ന് ആരായി പറയാൻ? ആരെ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ മനസ്സിൽ നമ്മൾ പറയണു ഇന്ദ്രന്, വരുണൻ എന്ന് പറയണു, അരിമ എന്ന് പറയണു. ഇതൊക്കെ നമ്മളല്ലേ പറയുന്നത്. അവരാരെങ്കിലും വന്നിട്ട് ഇതാ അരിമ, എൻ്റെ പേര് നിങ്ങൾ പറയൂ എന്ന് നമ്മളോട് പറയുണ്ടായോ? അപ്പോൾ അവർക്കിത് കിട്ടുമെന്ന് താൻ എങ്ങനെ വിശ്വസിക്കണു? ഇതൊന്നും മിണ്ടണ്ട, അന്വേഷണമൊന്നും നടത്തണ്ട, മിണ്ടാൻ്റെ ഇരുന്നോളൂ. അത് പറഞ്ഞതുകൊണ്ട് കാര്യമായോ? ഒരു കർമ്മം ചെയ്യുമ്പോൾ ആ കർത്താവിന് ആ ചെയ്ത കർമ്മം സഫലമായോ ഇല്ലയോ എന്നറിയണ്ടേ? അതറിയാതെ ഇരിക്കുന്നിടത്തോളം കാലം ആ കർമ്മം തുടർന്നും ആ പ്രവൃത്തി ചെയ്യുന്നതിൽ എന്താണ് അർത്ഥം? മനസ്സ് സമ്മതിക്കുകയോ? സമ്മതിക്കില്ല. അപ്പം നാട്ടിലൊക്കെ തപ്പി നടന്ന് ഇതിനൊരൊറ്റ മറുപടിയും കിട്ടിയില്ല. അപ്പം പിന്നെ എന്താ വഴി? നാട്ടിൽ ഇതിന് മറുപടിയില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല. ഇനിയിപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ആളാ. നാട് വിട്ട് കാട്ടിലിരിക്കുന്ന ഒരാളുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, അംഗീരസ ഒരു മഹർഷി. അദ്ദേഹം ഏകാന്തമായി ഒരു കുടീരം കുത്തി അവിടെ കൂടിയിരിക്കുക. എന്താ അദ്ദേഹം ചെയ്യുന്നത്? പറഞ്ഞു കേട്ടിട്ടുള്ളത്, അദ്ദേഹം കണ്ണടച്ചിരുന്ന് ധ്യാനിക്കും. വേറെ ഒരു കർമ്മവും അദ്ദേഹം ചെയ്യാറില്ല. അവിടെ വേദങ്ങളുമില്ല, വേദകർമ്മങ്ങളുമില്ല, അഗ്നിയില്ല, ഹോമവും ഇല്ല, ഒന്നുമില്ല. തണുപ്പ് തട്ടാണ്ടിരിക്കാൻ വല്ല അഗ്നി ഇട്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പം നാട്ടിൽ ഇതിന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ പിന്നെ കാട്ടിലാണ് കിട്ടാൻ സാധ്യത എന്ന് പറഞ്ഞ് അദ്ദേഹം എന്ത് ചെയ്തു? എല്ലാം കൂടി ആ പോകാനൊരു സമ്പ്രദായമൊക്കെ ഉണ്ട്, കയ്യിൽ കുറച്ച് സമിത്തും കാര്യങ്ങളൊക്കെ എടുത്ത് അംഗിരസ മഹർഷിയെ കാണാനായിട്ട് പോയി. അവിടെ ചെന്ന് നീണ്ടു നിവർന്ന് ഒരു നമസ്കരിച്ച് കാല് പിടിച്ച് എണീറ്റു. അദ്ദേഹം തലയിൽ കൈ വെച്ച് അനുഗ്രഹിച്ചു, എണീപ്പിച്ചു. എന്താ വന്നേ എന്ന് ചോദിച്ചു. ആ ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറയുക. ആര്? ശൗനകൻ. മഹാശാലൻ, മഹാഗൃഹസ്ഥൻ, തപസ്വിയായിരിക്കുന്ന തപോധനനായ അംഗിരസിനോട് പറയുക, കസ്മിന്നു ഭഗവോ വിജ്ഞാതേ സർവമിദം വിജ്ഞാതം ഭവതീതി. അദ്ദേഹം എന്താ ചെയ്തേ? പപ്രച്ഛ ഭംഗിയായി ചോദിച്ചു. ഈ വാക്ക് ഞാൻ എത്ര തവണ പറയണം? എനിക്ക് തോന്നുന്നു ഒരു 10 ലക്ഷം തവണ പറയണം. നമുക്ക് ആവശ്യം ചോദ്യമാണ്, അന്വേഷണമാണ്, ഗവേഷണമാണ്. നിങ്ങൾക്ക് എന്തറിയണമോ ആ അറിയുന്നതിന് പറ്റിയ തരത്തിലൊരു ചോദ്യം ആവിഷ്കരിക്കൂ. എന്നിട്ട് ആ ചോദ്യത്തിന് പിന്തുടരൂ. തുടർന്ന് പോയാൽ അതിന് ഉത്തരം കിട്ടും. ചോദ്യം ഉന്നയിക്കുന്നത് മനസ്സാണ്, ഉത്തരം കണ്ടുപിടിക്കുന്നത് ബുദ്ധിയാണ്. ആ ചോദ്യയാത്ര, അന്വേഷണയാത്ര, ഉത്തരയാത്രയുണ്ടല്ലോ, മറുപടി യാത്ര, ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിലാണ്. ന്യൂട്ടൻ എന്ത് ചെയ്തു? ആപ്പിൾ മരങ്ങളിൽ നിന്ന് വീഴുന്നത് കണ്ടു. എല്ലാ കൊമ്പുകളിൽ നിന്നുമുള്ള ആപ്പിള് കുത്തനെ അങ്ങോട്ട് വീഴുക. ബാക്കിയുള്ളവരൊക്കെ അത് പറക്കി തിന്നുപോയി. ന്യൂട്ടൻ്റെ മനസ്സ് സമ്മതിച്ചില്ല. പലയിടങ്ങളിലുമുള്ള ആപ്പിളുകൾ എല്ലാം ഇങ്ങനെ ഭൂമിയിലേക്ക് കുത്തനെ വീഴുന്നുണ്ടല്ലോ അപ്പാ, സമാന്തരമായിട്ട്. എന്തുകൊണ്ട് അവ പറന്നു പോകുന്നില്ല, മുകളിലേക്ക് പോകുന്നില്ല, ചെരിഞ്ഞു വീഴുന്നില്ല, ഒക്കെ കുത്തനെ ഇങ്ങനെ വീഴുന്നുണ്ടല്ലോ? എന്താ അതിന് കാരണം? ഒരു കൊല്ലം ആലോചിച്ചു. എന്നിട്ടാണ് ഭൂമിയുടെ ആകർഷണ ശക്തിയാണെന്ന് കണ്ടുപിടിച്ചത്. അപ്പം ചോദ്യം പപ്രച്ഛ, ചോദിച്ചു എന്നാണ് പറയുന്നത്. അംഗിരസം വിധിവതുപസന്നഃ പപ്രച്ഛ. ആ വാക്ക് ഞാൻ എത്ര തവണ പറഞ്ഞാലും തീരില്ല. നമ്മുടെ ഉപനിഷത്തുകൾക്ക് പറയാനുള്ളത്, എടോ മനുഷ്യ, തനിക്ക് ബുദ്ധിയുണ്ട്, തനിക്ക് മനസ്സുണ്ട്, താൻ ചോദിക്കൂ, അന്വേഷിക്കൂ, തേടൂ, തിരയൂ, കണ്ടുപിടിക്കൂ എന്നാണ്. മനുഷ്യൻ്റെ ബുദ്ധിക്ക് വിഷയമല്ലാത്ത ഒരു സംഗതി ലോകത്തിലില്ല.
എല്ലാം നമ്മുടെ ബുദ്ധിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ആ ബുദ്ധി പേര് നടക്കുന്നവനാണ് മനുഷ്യൻ. കസ്മിന്നു ഭഗവോ വിജ്ഞാതേ സർവമിദം വിജ്ഞാതം ഭവതീതി. അംഗിരസ് ചിരിച്ചു. ഞാൻ കുറേ കാലമായി ഇവിടെ തപസ് ചെയ്ത് കൂടുന്നു. ആരും ഇങ്ങനെ വന്ന് ഒറ്റ വാചകത്തിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. കസ്മിന്നു ഭഗവോ വിജ്ഞാതേ, എന്തിനെ മനസ്സിലാക്കിയാലാണോ അല്ലേ ഭഗവൻ എല്ലാം അറിയപ്പെടുക? എനിക്ക് എന്നോടൊരു സാധനം ചൂണ്ടിക്കാണിച്ചു തരൂ. ശൗനക, ഇതിനെ മനസ്സിലാക്കിയാൽ നിനക്ക് എല്ലാം അറിയാം. അങ്ങനെ ഒന്ന് കാണിച്ചു തരൂ. ഞാനൊരു മഹാഗൃഹസ്ഥനാണ്. ദശാബ്ദങ്ങളായി വേദകർമ്മങ്ങൾ അനുഷ്ഠിച്ചു വരുന്നവനാണ് വിധിവത്തായി. കൈ വിറച്ചു തുടങ്ങി. നാവ് പേരിനില്ല മന്ത്രങ്ങൾ ചൊല്ലാൻ. അപ്പോഴും ഞാൻ ചെയ്ത കർമ്മങ്ങൾക്ക് തക്കതായ ഒരു മറുപടിയോ ഒരു സമ്മാനമോ എനിക്ക് കിട്ടിയതായി തോന്നുന്നില്ല. ജീവിതത്തിൽ ഒരു വ്യർത്ഥബോധം എന്നെ പിടിപെടുന്നു. അടുത്തുള്ളവരോട് ചോദിച്ചപ്പോൾ അവർക്ക് ആർക്കും മറുപടി പറയാൻ കയ്യിലൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ താങ്കളെ സമീപിച്ച് താങ്കളെ ആശ്രയിക്കുന്നത്. അങ്ങിവിടെ എന്തോ കാരണത്താൽ ഇരുന്ന് ധ്യാനിക്കുന്നുണ്ടല്ലോ, തപസ് ചെയ്യുന്നുണ്ടല്ലോ. ഞങ്ങളെപ്പോലെയുള്ള കർമ്മവും അനുഷ്ഠാനവും ഒന്നുമില്ല. പക്ഷെ അങ്ങ് പ്രസന്നവദനായി ഒരു തരത്തിലുള്ള പരാതിയും വിഷമവുമില്ലാതെ സന്തോഷമായി ഏകാന്തമായി കഴിഞ്ഞുകൂടും. ഞങ്ങൾക്ക് കൂടെ കുടുംബവും കുട്ടികളുമുണ്ട്. വയ്യാവലി കൂടുതലാണ്, സമാധാനമില്ല. അപ്പം അങ്ങയുടെ ഇരിപ്പിൽ ഒരു പക്ഷേ എനിക്ക് ഈ ചോദ്യത്തിന് മറുപടി കിട്ടും എന്ന പ്രതീക്ഷയോട് കൂടി വന്നിരിക്കുക. ശൗനകോഹ വൈ മഹാശാലോ അങ്കിരസം വിധിവതുപസന്നഃ പപ്രച്ഛ കസ്മിന്നു ഭഗവോ വിജ്ഞാതേ സർവമിദം വിജ്ഞാതം ഭവതീതി. അങ്കിരസിന് സന്തോഷായി. അദ്ദേഹത്തിന് പലതും അറിയാം. പക്ഷെ ആരോട് പറയാനാ? മരങ്ങളോട് പറയാൻ പറ്റില്ല. കുടീരത്തിലെ ഇലകൾ കൊണ്ടൊക്കെയാണ് ചുമര്, അവയോടും പറയാൻ പറ്റില്ല. ആരോടാ പറയുക? ചോദിക്കുന്നവരാരുമില്ല. ഒരു ശൗനകൻ വന്നുല്ലോ, വളരെ സന്തോഷം തോന്നി. അദ്ദേഹം പറയൂ, തസ്മൈ സഹോവാച ദ്വേ വിദ്യേ വേദിതവ്യേ ഇതിഹസ്മ യത് ബ്രഹ്മവിദോ വദന്തി പരാ ചൈവാപരാ ച തത്രാപരാ ഋഗ്വേദോ യജുർവേദഃ സാമവേദോ അഥർവവേദഃ ശിക്ഷാകൽപ്പം വ്യാകരണം നിരുക്തം ഛന്ദോ ജ്യോതിഷമിതി അഥ പരാ യയാ തദക്ഷരമധിഗമ്യതേ. കഴിഞ്ഞു കൂട്ടരെ, കഴിഞ്ഞു. ഇത്രയും പറഞ്ഞതുകൊണ്ട് അദ്ദേഹം ഒരു നിലയ്ക്ക് മറുപടി പറഞ്ഞു കഴിഞ്ഞു. ദ്വേ വിദ്യേ വേദിതവ്യേ. എൻ്റെ ശൗനക കണ്ണിലുണ്ണി, രണ്ട് തരത്തിലാണ് വിദ്യ, അറിയാനുള്ള വിദ്യ. എന്തിനെ അറിഞ്ഞാലാണോ എല്ലാം അറിയുക എന്നല്ലേ ചോദിച്ചത്? ആ അറിയപ്പെടേണ്ട വിദ്യ രണ്ട് തരത്തിലാണ്. പരാ ചൈവാപരാ. അറിവുള്ളവർ പറയുന്നതാണിത്. ബ്രഹ്മവിദോ വദന്തി. ബ്രഹ്മത്തെ അറിഞ്ഞ് ബ്രഹ്മജ്ഞാനം ഉള്ളവർ പറയുന്നതാണ്. പരാ ചൈവാപരാ. ഒന്നിന് പരാവിദ്യ, ഉത്കൃഷ്ടവിദ്യ, ശ്രേഷ്ഠമായിട്ടുള്ളത്. അപരാ, വാസ്തവത്തിൽ പറയേണ്ടത് നികൃഷ്ടന്ന. അതാണ് മറ്റേത്. എന്ത് വിദ്യ രണ്ടോ? ഒന്ന് ഉത്കൃഷ്ടം, പിന്നെ ഒന്നോ നികൃഷ്ടം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഏതാ ഉത്കൃഷ്ടം, ഏതാ നികൃഷ്ടം? ആദ്യം പറയാണ് ആ താണ അധക്കരമായിരിക്കുന്ന വിദ്യ. തത്രാപരാ. അതിൽ അപരയായിട്ടുള്ളത് എന്താ? ഞാൻ ഈ പുസ്തകം ആദ്യമായിട്ട് വായിച്ചപ്പോഴേ എന്ത് ഋഗ്വേദോ യജുർവേദഃ സാമവേദോ അഥർവവേദഃ. 4 വേദവും അപരമാണെന്ന് നമ്മൾ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന സ്ഥാനം എന്തിനാ? ഈ വേദങ്ങൾക്ക് ഏറ്റവും വിശേഷപ്പെട്ടവും ഉന്നതവും ഉത്കൃഷ്ടവും പരമഫലപ്രദവും ഒക്കെയാണെന്നാണ് മനസ്സിൽ വിചാരം. അങ്കിരസ് പറയണു 4 വേദങ്ങളും അപരാവിദ്യയിൽപ്പെട്ടതാണ്. മാത്രമോ 6 ശാസ്ത്രങ്ങളുണ്ട്. ശിക്ഷാകൽപ്പോ വ്യാകരണം നിരുക്തം ഛന്ദോ ജ്യോതിഷമിതി.
4 വേദവും 6 ശാസ്ത്രവുമായാൽ എല്ലാമായി. അന്നത്തെ പഠിപ്പ് സർവജ്ഞൻ എന്ന് ആരെയാ പറയുക? 4 വേദവും 6 ശാസ്ത്രവും പഠിച്ചാൽ ആ ആൾ സർവജ്ഞനായി. 6 ശാസ്ത്രങ്ങൾ എന്തൊക്കെയാ? ശിക്ഷ. ഈ വേദമന്ത്രങ്ങളും സൂക്തങ്ങളുമെല്ലാം വേണ്ടതുപോലെ ഉച്ചരിക്കണം. ആ ഉച്ചാരണത്തിൽ എന്തൊക്കെയുണ്ട്? ഖരം, അതിഖരം, മൃദു, ഘോഷം, അനുനാസികം. ക, ഖ, ഗ, ഘ, ങ. ക എന്ന് പറയുന്നത് ഖരം. അത് ഉറപ്പിച്ച് പറയുമ്പോൾ അതിഖരം. ഖ, ഖ, ക, ക, ഖ. പിന്നെയോ ഗ, അത് മൃദുവാണ്. ഘ, മുഴക്കം, ഘോഷം. ങ, അത് മൂക്കുകൊണ്ട് പറയണതാ. ഇങ്ങനെ കവർഗം, ചവർഗം, ടവർഗം, തവർഗം, പവർഗം. ആദ്യം ആ എന്ന് പറയുന്ന സ്വരങ്ങൾ. പിന്നെയോ യാര, ലാവ, അർദ്ധവ്യഞ്ജനങ്ങൾ. ഇതൊക്കെയാണല്ലോ അക്ഷരങ്ങൾ. ആ അക്ഷരങ്ങളൊക്കെ എങ്ങനെ ഉച്ചരിക്കണം, ആ ഉച്ചാരണത്തിൻ്റെ കാര്യങ്ങളും നിയമങ്ങളും വ്യവസ്ഥകളും ഒക്കെ പ്രതിപാദിക്കുന്നതാണ്. കൽപ്പം എന്ന് പറഞ്ഞാൽ ഈ വേദങ്ങളിലുള്ള മന്ത്രങ്ങളെല്ലാം വായിച്ച് അത് അനുഷ്ഠാന രൂപത്തിൽ പ്രാവർത്തികമാക്കാനുള്ള നിയമങ്ങളും വ്യവസ്ഥകളും ഒക്കെ പ്രതിപാദിക്കുന്നതാണ് ഈ കൽപ്പം. വേദാംഗം. പിന്നെ വ്യാകരണം. അതിലുള്ള ഈ വ്യാകരണം എന്ന് പറഞ്ഞാൽ ഗ്രാമർ, അത് ഭാഷയ്ക്കുള്ളതാണ്. നിരുക്തം. ഓരോ വാക്കുമുണ്ടല്ലോ, അത് എവിടുന്നാണ് വന്നിരിക്കുന്നത്, അതിൻ്റെ വ്യുത്പത്തി. നിർനിശ്ചയേന ഉക്തം കഠിന പദവ്യാഖ്യാനം. ഇംഗ്ലീഷിൽ പറയും വാക്ശാസ്ത്രം, എറ്റിമോളജി എന്ന്. യാസ്കനാണ് നിരുക്തശാസ്ത്രം എഴുതിയിരിക്കുന്നത്. പിന്നെ ഛന്ദസ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള മീറ്റർ ഉണ്ടല്ലോ ശ്ലോകങ്ങൾക്ക്. അനുഷ്ടുപ്പിൽ നിന്ന് തുടങ്ങി ഇന്ദ്രവജ്ര, ഉപേന്ദ്രവജ്ര, വജ്ര, ശാർദൂല വിക്രീഡിതം, ശ്രദ്ധര, മന്ദാക്രാന്ത എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല തരത്തിലുള്ള മീറ്റേഴ്സുമുണ്ട്. വൃത്തങ്ങൾ. ജ്യോതിഷം, ഗ്രഹശാസ്ത്രം. ഇത് അന്നുണ്ടായിരുന്നതാ. ഇന്നിപ്പോൾ നിങ്ങൾക്ക് ബാക്കിയെല്ലാം അതിൽ കൂട്ടിച്ചേർക്കാം. എന്തൊക്കെ? ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ന്യൂക്ലിയർ സയൻസ് ഒക്കെ ഇതിൽ ചേർത്തോളൂ. ഭൗതിക വിഷയ വിദ്യ ആകെ അപരാവിദ്യയാണ്. ഇതെല്ലാം അപരം തന്നെ. അപ്പം ഇതൊക്കെ തള്ളിക്കളഞ്ഞാൽ പിന്നെ എന്താണ് ബാക്കിയുള്ളത്? 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും ഒക്കെ അപരാവിദ്യയിൽ പെടുമെങ്കിൽ പരാവിദ്യ എന്താ? ഞാൻ ഈ മുണ്ടകോപനിഷത്ത് ആദ്യമായിട്ട് വായിച്ചത് ഇതാ. വളരെ അക്ഷമയോടുകൂടിയാണ് ഞാൻ ബാക്കിയുള്ള ഭാഗങ്ങൾ വായിച്ച് അവസാനിപ്പിച്ചത്. യത്തദ്രേഷ്യമഗ്രാഹ്യമഗോത്രമവർണം അചക്ഷുശ്രോത്രം തദപാണിപാദം നിത്യം വിഭും സർവഗതം സുസൂക്ഷ്മം തദവ്യയം യത് ഭൂതയോനിം പരിപശ്യന്തി ധീരാ. ബുദ്ധിയുള്ളവരാണ് ഈ പരാവിദ്യ കൈകാര്യം ചെയ്യുന്നതും അത് അനുധാവനം ചെയ്യുന്നതും അതിൽ പറഞ്ഞ കാര്യങ്ങൾ സാക്ഷാത്കരിക്കുന്നവരും. ബുദ്ധിയുള്ളവരാ. ബുദ്ധിയില്ലാത്തവർക്ക് പറ്റില്ല. പറഞ്ഞു കൊടുക്കുമ്പോൾ കേട്ട് ഗ്രഹിക്കാൻ പറ്റണം. കേട്ട് ഗ്രഹിച്ചത് മനസ്സിൽ പതിയണം. പതിഞ്ഞത് അനുഭവത്തിൽ ആക്കാനുള്ള ഒരു ഉന്മേഷവും ഉത്സാഹവും തീവ്രതയും വേണം. യത്തദ്രേഷ്യമഗ്രാഹ്യമഗോത്രമവർണം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ശൗനക, ഈ പ്രപഞ്ചം മുഴുവനും ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാനുള്ളതാണ്. അതൊക്കെ അപരാവിദ്യയിൽപ്പെടും. ഇനി പരാവിദ്യ എന്ന് പറയണത് എന്താ? യത്തദ്രേഷ്യം, കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് വിസിബിൾ ടു ദ സെൻസസ്, പെർസെപ്റ്റിബിൾ ടു ദ സെൻസസ്. അഗ്രാഹ്യം, അത് മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ പെട്ടെന്ന് ഗ്രഹിക്കാനും പറ്റില്ല. അഗോത്രം, അത് ഇന്ന രൂപത്തിലാന്ന് പറഞ്ഞ് അതിന് നിറമോ മണമോ ഒന്നുമില്ല. അവർണം, അതിനെ വിവരിക്കാൻ പറ്റില്ല. അചക്ഷുശ്രോത്രം, അതിന് കണ്ണില്ല, ചെവിയില്ല. തദപാണിപാദം, അതിന് കാലില്ല, കയ്യില്ല. നിത്യം, എന്നാലോ നിരന്തരം ഒരുപോലെ പ്രകാശിക്കുന്നത്. വിഭു, എല്ലായിടത്തും എന്തു വേണമെങ്കിലും അതിനാകാം. സർവഗതം,
സർവത്ര വ്യാപിച്ചിട്ടുണ്ട്. സുസൂക്ഷ്മം, അങ്ങേയറ്റം സൂക്ഷ്മമാണ്. ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നതൊക്കെ സ്ഥൂലം, ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നതൊക്കെ സ്ഥൂലം, ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്തത് സൂക്ഷ്മം. ആ മേഖല എവിടെയാ? ശരീരത്തിൻ്റെ ഉള്ളിലാണ്. പുറമേ ഉള്ളതൊക്കെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാം. നമ്മുടെ കണ്ണിന് എത്ര ദൂരം കാണാം? ഒരു ഐ സ്പെഷ്യലിസ്റ്റ് എന്നോട് പറയുകയാണ്, അനന്ത ദൂരത്തിൽ വേണ്ടത്ര വലുപ്പമുള്ള ഒരു പദാർത്ഥത്തിനെ വച്ചാൽ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അതിനെ കാണാമെന്ന്. അപ്പോൾ ആ കണ്ണിൻ്റെ ശക്തി എത്രയുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് ഗ്രഹിക്കാൻ പറ്റില്ല. സൂക്ഷ്മമാണിത്, ശരീരത്തിൻ്റെ ഉള്ളിലാണ്, ഇന്ദ്രിയങ്ങൾക്ക് അതീതമാണ്. യത് ഭൂതയോനിം പരിപശ്യന്തി ധീരാഃ. ഇതാണ് ഭൂതങ്ങളുടെ യോനി. പാഞ്ചഭൗതികമായ ഈ പ്രപഞ്ചത്തിൻ്റെ യോനി, ഇതിനെ പ്രസവിച്ചിരിക്കുന്നത് ആ ഗർഭപാത്രം ഉണ്ടല്ലോ, അതേതാ? ഇങ്ങനെ ഒന്നാ. രൂപം വിട്ട് നമ്മുടെ മനസ്സ് ഇല്ലായ്മയിലേക്ക് ഉയരണം. ഭൂമിക്ക് രൂപമുണ്ട്, മണം ഗുണമുണ്ട്, വെള്ളത്തിനുമുണ്ട്, വായുവിനുമുണ്ട്, അഗ്നിക്കുമുണ്ട്. എന്നാൽ ഈ നാലും അധിവസിക്കുന്നത് എവിടെയോ? ആ ആകാശത്തിന് വല്ല ദൃശ്യതയുണ്ടോ? മണമുണ്ടോ? ഗുണമുണ്ടോ? രൂപമുണ്ടോ? ആകൃതിയുണ്ടോ? ഒന്നുമില്ലല്ലോ. ആ ആകാശം എന്നൊന്നുണ്ടെന്ന് നിങ്ങൾക്കറിയില്ലേ? അതിലല്ലേ നമ്മളൊക്കെ ഈ കടന്ന് കഴിയണത്. അതുപോലെ നമ്മുടെ മനസ്സിന് ഭാവന ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. എല്ലാ രൂപങ്ങളും നിർഗളിച്ചിട്ടുള്ളത് എവിടെയോ ആ ഉറവിടം രൂപവർജിതമാണ്. ഈ ലോകമുണ്ടായത് എവിടെ നിന്നോ? ഈശ്വരൻ എന്ന് പറയുന്നത് ആരോ? ഇത് രണ്ടും അരൂപങ്ങളാണ്. അതിനെ എങ്ങനെ മനസ്സിലാക്കും? അതിൻ്റെ ഗുണവിശേഷങ്ങൾ, ലക്ഷണങ്ങൾ പറഞ്ഞിട്ട്. ആ ലക്ഷണങ്ങളാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അതിനെ കാണാൻ പറ്റില്ല, ഗ്രഹിക്കാൻ പറ്റില്ല. അതിന് കണ്ണില്ല, കൈയില്ല, കാതില്ല. എന്നാലോ അത് നിരന്തരം പ്രകാശിക്കുന്നതാണ്, സർവത്ര വ്യാപിച്ചിരിക്കുന്നതാണ്, അത്യന്തം സൂക്ഷ്മമാണ്. നമ്മുടെ മനോവൃത്തികളെപ്പോലെ, ബുദ്ധിവൃത്തികളെപ്പോലെ സൂക്ഷ്മമല്ലേ, ശരീരത്തിൻ്റെ ഉള്ളിലല്ലേ. എന്നാലും ഒരു വിചാരം വന്നാൽ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഓർമ്മ എവിടുന്നാണ് ഉണ്ടാവുന്നത്? മറവ എങ്ങനെ ഉണ്ടാവുന്നു? ഇതൊക്കെ ഉള്ളിൽ നടക്കുന്നതാണ്. അതാണ് വ്യയമില്ലാതെ എത്ര എടുത്താലും തീരാതെ, എന്തൊക്കെ നടന്നാലും ബാധിക്കാതെ ഇരിക്കുന്ന വിശേഷപ്പെട്ട ഒരു സാന്നിധ്യം. അതാണ് ഭൂതങ്ങളുടെ യോനി. നോക്കൂ, ഇതാണ് ബ്രഹ്മവിദ്യ, ഇതാണ് ഉപനിഷത് വിദ്യ. ഈ കാണുന്ന ലോകമോ ആ ലോകവസ്തുക്കളെ സംബന്ധിച്ച അറിവോ ഉണർവോ ഒന്നും ഇതിൽപ്പെടില്ല. ഇതല്ലാത്തതാണ്. ശൗനകൻ കുറേ കാലം അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ചെയ്തു പോരുന്നവനാണ്. ആ ശൗനകനോടാണ് പറയണത്, എന്തിനെ അറിഞ്ഞാലാണോ എല്ലാം അറിയപ്പെടുക എന്ന്? ഭൂതയോനിയെ മനസ്സിലാക്കണമെന്ന്. ഭൂതങ്ങളെ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. ഇവ എവിടുന്നാണ് ഉദ്ഭവിക്കുന്നത്, ഇവയുടെ സ്രോതസ് എന്തോ ആ സ്രോതസ്സിനെ മനസ്സിലാക്കണമെന്ന്. എന്താ അതിനർത്ഥം? ദൃശ്യത്തെ വിട്ട് ദ്രഷ്ടാവിലേക്ക് തിരിയൂ എൻ്റെ പൊന്നു ഗവേഷക. ദൃശ്യം അതിനെ വിട്ട് ആ ദ്രഷ്ടൃമണ്ഡലത്തിലേക്ക് തിരിയൂ. അത് ശരീരത്തിൻ്റെ ഉള്ളിലാണ്. അദൃശ്യമായ ഒരു വസ്തുവെ അതിൻ്റെ ലക്ഷണങ്ങളും ഗുണവിശേഷങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി അവയെക്കുറിച്ച് ധ്യാനിച്ച് സങ്കല്പിച്ചേ അതിനെ ഗ്രഹിക്കാൻ പറ്റുള്ളൂ.
അതാണ് ഇതിനെക്കുറിച്ച് ധാരാളം വിവരണങ്ങൾ വരുന്നത്. വേറെ ഒരു വഴിയുമില്ല അതിനെ മനസ്സിലാക്കാൻ. എന്നിട്ട് പറയുകയാണ്, യഥോർണനാഭിസൃജതേ ഗൃഹതേ ച യഥാ സതഃ പുരുഷ യഥാ പൃഥിവ്യാം ഓഷധയഃ സംഭവന്തി യഥാ സതഃ പുരുഷാത് കേശലോമാനി തഥാക്ഷരാത് സംഭവതീഹ വിശ്വം. ഭൂതയോനി എന്നൊരു വാക്ക് പ്രയോഗിച്ചുല്ലോ, ഭൂതങ്ങളുടെ എല്ലാം യോനി. ആ ഭൂതയോനിയിൽ നിന്ന് ഈ ലോകമുണ്ടായത് എങ്ങനെയാ എന്നുള്ളതിന് 3 ദൃഷ്ടാന്തം പറയുക. യഥോർണനാഭി സൃജതേ ഗൃഹതേ ച. 8 കാലി ഉണ്ടല്ലോ, ആ 8 കാലി നൂലിങ്ങനെ അതിൻ്റെ അടിദ്വാരത്തിൽ നിന്ന് പുറത്തേക്ക് വരും. അതിങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ നീണ്ടു പോവും. എപ്പോഴെങ്കിലും പഴച്ചു എന്ന് പറഞ്ഞാൽ അത് പിൻവലിക്കുകയും ചെയ്യും. അങ്ങനെ പുറത്തേക്ക് വിസർജിക്കാനും അകത്തേക്ക് വലിച്ചെടുക്കാനും സാധിക്കുന്നതാണ് ഊർണനാഭി, 8 കാലി. ആദ്യമായിട്ട് നമ്മളെല്ലാവരോടും പറയണതും ഗ്രഹിക്കണതും എന്താ? ഭഗവാൻ ഈ ലോകത്തെ സൃഷ്ടിച്ചു, സൃഷ്ടിച്ച ലോകത്തെ സംഹരിക്കുകയും ചെയ്യും വേണ്ടി വന്നാൽ പറഞ്ഞു കൊടുക്കണത് അങ്ങനെയാണ്. ആദ്യത്തെ ധാരണ. പക്ഷേ ഈ ധാരണ ശരിയല്ല കേട്ടോ. അടുത്ത് പറയണതോ യഥാ പൃഥിവ്യാം ഓഷധയഃ സംഭവന്തി. അപ്പോൾ 8 കാലി മനഃപൂർവ്വമാണ് ഈ നൂല് ഉണ്ടാക്കുന്നതും വലിച്ചെടുക്കുന്നതും. അതുപോലെ മനഃപൂർവ്വമാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്. അത് ശരിയാണോ? അങ്ങനെ ഒരു ദൈവമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. യഥാ പൃഥിവ്യാം ഓഷധയഃ സംഭവന്തി. മണ്ണുണ്ട്, ആ മണ്ണിൽ മഴ പെയ്യുമ്പോൾ എന്തെല്ലാമോ ചെടികളും വൃക്ഷങ്ങളും വള്ളികളും എല്ലാം പടർന്നു വരുന്നു. മണ്ണിനോട് ചോദിച്ചാൽ, ഡോ മണ്ണേ, താൻ ഇച്ഛിച്ചാണോ ഇവയൊക്കെ വരണത്? ഏയ്, ഞാൻ എൻ്റെ പാട്ടിലിരിക്കുന്നു. മഴ പെയ്തു, എൻ്റെ ഉപരിഭാഗം തണുത്തു. തണുത്തപ്പോൾ എന്തൊക്കെയോ മുളച്ചിങ്ങനെ വരിക. ഈ മുളച്ചിങ്ങനെ വരുന്നതിൽ എനിക്ക് ഒരു മനഃപൂർവ്വതയും ഇല്ല എന്നാണ് ഭൂമി പറയാൻ. വാസ്തവത്തിൽ ഭൂമി ജഡമാണ്. ഈ ജനിച്ച വൃക്ഷങ്ങളും വളർന്ന വൃക്ഷങ്ങളും ഒന്നും ജഡമല്ല, അതിൽ ജീവനുണ്ടല്ലോ, ആ വ്യത്യാസവുമുണ്ട്. യഥാ സതഃ പുരുഷാത് കേശലോമാനി. പക്ഷേ അതുമല്ല, അത് ശരിയല്ല. ഈ പ്രപഞ്ച സൃഷ്ടി എന്ന് പറയുന്നത് അങ്ങനെ മനഃപൂർവ്വം ഈശ്വരൻ ചെയ്യുന്നതല്ല. യഥാ സതഃ പുരുഷാത് കേശലോമാനി. ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനിൽ നിന്ന് ഈ രോമങ്ങളും തലമുടിയൊക്കെ ഉണ്ടാവണില്ലേ, അതുപോലെയാണ് ഈ ലോകം ഉണ്ടായിട്ടുള്ളത്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നമ്മൾക്ക് ജീവനുണ്ട്, ഈ ഉണ്ടായിട്ടുള്ള രോമങ്ങൾക്കോ തലമുടിക്കോ ജീവനില്ല, ജഡമാണ്. അതൊന്ന് മുട്ടി ഒന്ന് കട്ട് ചെയ്തു എന്നിരിക്കട്ടെ, മുറിച്ചു, വല്ല ദോഷവും നമുക്ക് വരുന്നുണ്ടോ? അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ എന്തൊക്കെ നിങ്ങൾ ആറ്റം ബോംബിട്ടാലും ന്യൂക്ലിയർ ബോംബിട്ടാലും എന്തൊക്കെ നശിപ്പിച്ചാലും ഒന്ന് വിചാരിക്കരുത് അതിൻ്റെ മൂലപ്പൊരുളിന് എന്തെങ്കിലും നാശം സംഭവിക്കുമെന്ന് വിചാരിക്കരുത്. ജഡമാണ് ഈ ലോകം, പഞ്ചഭൂതങ്ങളാണ് ഇവിടെ, അവയ്ക്കൊന്നിനും ഉണർവില്ല. നമ്മുടെ ശരീരവും ഉണർവില്ലാത്തതാണ്. അതിനെ സജീവമാക്കി നിർത്തുന്നത് ഉള്ളിലുള്ള ആ ചേതന എന്ന് പറയുന്ന സാന്നിധ്യമാണ്. തഥാക്ഷരാത് സംഭവതീഹ വിശ്വം. അങ്ങനെ അക്ഷരമായിരിക്കുന്ന ഒരു ഉറവിടത്തിൽ നിന്ന് ഈ പ്രപഞ്ചം സംഭവിക്കുന്നതാണ്, മനഃപൂർവ്വം ഉണ്ടാവുന്നതല്ല. മഴ പെയ്ത് ചെടികൾ മുളയ്ക്കണ മാതിരി ഈ പ്രപഞ്ചവും ഉണ്ടായി. ഇതിൽ എന്തെങ്കിലും ഒരു തകരാറോ നാശമോ വന്നാൽ, ഇപ്പോൾ ഈശ്വരനാണത് സൃഷ്ടിച്ചതിൽ അധിവസിക്കണത് എന്ന് വെച്ചാൽ ഇവിടെ എന്തെങ്കിലും ഒന്ന് തകരാറ് പറ്റിയാൽ ഈശ്വരൻ്റെ ശരീരത്തിന് ബാധിക്കില്ല. അത് അങ്ങനെ ബാധിക്കില്ല. സതഃപുരുഷാത് കേശലോമാനി തഥാക്ഷരാത് സംഭവതീഹ വിശ്വം. ഈ ലോകം അങ്ങനെ ഉണ്ടായി. നമ്മുടെ ശരീരത്തിൽ തലമുടിയും രോമങ്ങളും വളരണമാതിരി, അത്രയേ ഉള്ളൂ. അത് വിട്ട് ഒരർത്ഥവും ഇല്ല എന്ന്. ഇത് 3 തലമാണ് ഈ അറിവ്. ആ 3 തലത്തിലും കുറേശ്ശെ ആയിട്ട് വളർന്ന് നമ്മുടെ മനസ്സ് ഉയർന്ന് അങ്ങോട്ട് കയറും. യഥോർണനാഭിസൃജതേ ഗൃഹതേ ച യഥാ പൃഥിവ്യാം ഓഷധയഃ സംഭവന്തി യഥാ സതഃ പുരുഷാത് കേശലോമാനി തഥാക്ഷരാത് സംഭവതീഹ വിശ്വം. നമ്മുടെ അനാദിയായിരിക്കുന്ന വേദങ്ങളിലെ ഉള്ളടക്കമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിവർത്തി തരുന്നത്. ആ ചിന്താഗതിയിൽ നിന്ന് പുറപ്പെട്ടതാണ് ഇവിടെയുള്ള ഇതിഹാസങ്ങൾ. ആ ചിന്താഗതിയുടെ പാരമ്യതയാണ്
ശ്രീമദ് ഭാഗവതത്തിൽ നമ്മൾ കാണുന്നത്. തുടക്കത്തിലുള്ളത് ഇതാണ്. ഈ വേദങ്ങളെ അതിജീവിച്ചുകൊണ്ടോ ധിക്കരിച്ചുകൊണ്ടോ അതിക്രമിച്ചുകൊണ്ടോ ഇവിടെ ഒരു ചിന്താഗതിയും ഇവിടെ പുലർന്നിട്ടില്ല, പുലരുകയുമില്ല. അത്രയ്ക്ക് സമഗ്രമാണത്. ആ സമഗ്രത ഒരളവ് വരെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിർത്താം. സംവേദ്യവർജിതമനുത്തമമേകമാദ്യം സംവിത്പദം വികലനം കലയൻ മഹാത്മൻ ഹൃദ്യേവതിഷ്ഠ കലനാരഹിതക്രിയാം തു കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. ഹരി 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 ഓം തസ്. നമുക്കൊരു സമാപന ഓങ്കാരം എല്ലാവരും കൂടി ജപിച്ചിട്ട് പിരിയാം. അതിനുള്ള മുദ്രയെടുത്തോളൂ. ഓ ഹരി ഓം തസ്. ജയ ഗുരു, ജയ ഗുരു, ജയ ഗുരു.